മലയിലേക്ക് മാറി നില്ല്, ഇന്ന മലയിൽ നിന്ന് ഇന്ന മലയിലേക്ക് മാറും. ഖുതുബക്കടയിൽ ഹസ്രത്ത് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുമ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു. ഇതെന്ത് കഥ? ഖുതുബക്കടയിൽ ആരോടാണ് മാറി നിൽക്കാൻ പറഞ്ഞത്? ആരോടാണ് ഈ ആഹ്വാനം? ആർക്ക് വേണ്ടിയാണ് ഈ ക്ഷണം? പ്രാമാണികമായ ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെട്ട് കിടക്കുന്ന സംഭവം, നിഷേധിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത കേസ്. കുറേ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞപ്പോൾ മദീനയിൽ ഒരു യുദ്ധസംഘം തിരിച്ചെത്തി. റസൂലുള്ളാഹിന്റെ സഹാബികളുടെ യുദ്ധസംഘം. അവർ പറഞ്ഞു, യുദ്ധം കൊടുമ്പിരി കൊണ്ടു, നമ്മൾ തോൽക്കാൻ പോവായിരുന്നു. സേനാനായകൻ പറഞ്ഞു, നമ്മൾ തോൽക്കാൻ പോകായിരുന്നു ശത്രുക്കളുമായിട്ട്. അപ്പോൾ എനിക്ക് ഖലീഫ അമീറുൽ മുഅ്മിനീന്റെ നിർദ്ദേശം കിട്ടി, മദീനയുടെ മസ്ജിദിന്റെ മിമ്പറിൽ നിന്ന്, സാരിയ മാറി നെല്ല് മോനെ, മാറി നെല്ല്, പടവെട്ട്, യുദ്ധത്തിന് മാറി നെല്ല്, ഇന്ന മലയിലേക്ക് മാറും. കിലോമീറ്ററുകൾക്കപ്പുറത്ത്, മൈലുകൾക്കപ്പുറത്ത്, ഒരുപാട് ദൂരങ്ങൾക്കപ്പുറത്ത് മദീനയിലെ മസ്ജിദിന്റെ മിമ്പറിൽ നിന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞത് എന്താ സാധനം? ഇന്ന് ടെലിഫോണിൽ മെസ്സേജ് കൊടുക്കലേ, ഒരു ടെലിഫോണും വയറുമില്ലാതെ, വയറും വയർലെസ്സും ഇല്ലാതെ. എന്താ ഇത്? ഉപഗ്രഹങ്ങളിലൂടെ വാർത്താവിനിമയം നടക്കുന്ന ഈ കാലത്ത് അതൊന്നുമില്ലാതെ മാറി നില്ല്. വെള്ളിയാഴ്ച മസ്ജിദിലെ ജുമുഅക്ക് ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുന്നതിനിടയിൽ നിങ്ങൾ പടച്ചവനെ പേടി ജീവിക്കണം, അള്ളാഹുവിനെ ഓർക്കണം എന്നൊക്കെ ഖലീഫ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ ഒരു ബോധോദയം വന്ന പോലെ, അതുമായിട്ടൊരു ബന്ധമില്ലാതെ, സാരിയ മാറി നില്ല്, എന്നിട്ട് യുദ്ധം ചെയ്യ്, നീ ജയിക്കും, ജയം നമുക്കുള്ളതാണ്. പക്ഷെ ജയിക്കണമെങ്കിൽ മാറി നില്ല്. ഷോക്കേറ്റ് പടഞ്ഞ പോലെ സാരിയ മാറി നിന്നപ്പോൾ അതാ അവർക്ക് വിജയമുണ്ടായി എന്ന്. അപ്പോഴാണ് അവിടെ കൂടി ആളുകൾ ഓർത്തത്, മാസങ്ങൾക്ക് മുമ്പുള്ള ഖുതുബ, അമീറുൽ മുഅ്മിനീന്റെ ഖുതുബ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഈജിപ്ത് കീഴടക്കാൻ പോയ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ട് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ഖലീഫക്ക്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ആ സഹാബിയുടെ സ്ഥാനപ്പേര് തന്നെ ഫാത്തിഹ് മിസ്ർ എന്നാണ്. മിസ്ർ ജയിച്ച സഹാബി, മിസ്ർ കീഴടക്കിയ സഹാബി. ആ സഹാബി ഒരു സന്ദേശം കൊടുക്കുന്നു, അമീറുൽ മുഅ്മിനീൻ, നൈൽ നദി കരകവിഞ്ഞൊഴുകുകയാണ്, നൈൽ നദി വലിയ വെള്ളപ്പൊക്കം ഉണ്ടാക്കുകയാണ്, നൈൽ നദി ആളെ കൊല്ലുകയാണ്, നൈൽ നദി വലിയ വിപത്ത് ക്ഷണിച്ചു വരുത്തുകയാണ്, നൈൽ നദി മനുഷ്യരെ വെള്ളപ്പൊക്കത്തിൽ മുക്കിക്കളയുകയാണ്. സാധാരണ അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഇവിടെ ഈജിപ്തുകാർക്ക് ഒരു ആചാരമുണ്ട്. അതെന്താണ്? ഏതെങ്കിലും നാട്ടിലെ കുറെ ആളുകളെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും വ്യക്തികളെ, ചിലപ്പോൾ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് ഈ പുഴയ്ക്ക് കാഴ്ചവെക്കും. ഒരു അന്ധവിശ്വാസം, ഈജിപ്തുകാരുടെ അന്ധവിശ്വാസം. വെള്ളപ്പൊക്കം ഉണ്ടാകരുതേ, അതുകൊണ്ട് ഇവളെ തിന്നോ, ഇവനെ തിന്നോ, ഞങ്ങളെ കൊല്ലരുതേ. നൈൽ നദിയോട് അങ്ങനെ അപേക്ഷിക്കും. ഈ വിവരൊക്കെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഗവർണർ, ഈജിപ്തിലെ ഗവർണർ മദീനയിലേക്ക് എഴുതി അറിയിച്ചു. അതാ ഖലീഫ അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹു നൈൽ നദി കരകവിഞ്ഞൊഴുകി വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന വിഷമങ്ങളും വ്യവസ്ഥകളും അറിയുന്ന സമയത്തതാ തന്റെ കത്തെഴുത്തുകാരനായ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തുകയാണ്. കഅബ് റളിയല്ലാഹു തആല അൻഹു. കഅബിനെ കത്തെഴുത്തുകാരനാക്കാനുണ്ടൊരു കാരണം. കഅബിനെ എന്തുകൊണ്ട് കത്തെഴുത്തുകാരനാക്കി? കഅബ് ഒരു ദിവസം റസൂലുള്ള ഒരു കത്ത് പറഞ്ഞു കൊടുത്തു, കഅബേ എഴുത്, ഇന്ന ആൾക്ക് കത്ത്. കത്തൊക്കെ എഴുതിയിട്ട് കഅബ് റളിയല്ലാഹു അൻഹു പുണ്യ റസൂലിന്റെ കയ്യിൽ കൊടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ട് പറഞ്ഞു, നല്ല കത്ത്, നല്ല ഒന്നാന്തരം കത്തെഴുത്ത്. കഅബേ, നിങ്ങളുടെ കത്തെഴുത്ത് ഗംഭീരമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബിനെ പുകഴ്ത്തുന്നത് കണ്ട അമീറുൽ മുഅ്മിനീൻ പിന്നീട് ഖലീഫയായി മാറിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പ്രശംസിച്ചു പറഞ്ഞ അതേ കഅബിനെ പിടിച്ച് തന്റെ കത്തെഴുത്തുകാരനായ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി. നൈൽ നദി കരകവിയുന്ന വിവരമറിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു, കഅബേ വരൂ. കഅബ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. എന്തിനാണ് നൈൽ നദി കരകവിഞ്ഞൊഴുകുമ്പോൾ സഹാബികൾ കണ്ടു നിന്നവർ അത്ഭുതപ്പെട്ടു. അതിനെന്തിനാണ് കത്തെഴുത്തുകാരൻ പ്രൈവറ്റ് സെക്രട്ടറി? ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബിനോട് പറഞ്ഞു, പേനയെടുക്ക്, എഴുതു കഅബേ. എന്താ എഴുതേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് നൈൽ നദിക്ക് എഴുതുന്ന കത്ത്. നോക്കണം, നൈൽ നദിക്ക് എഴുതുന്ന കത്ത്. ലോകം ഞെട്ടിപ്പോകട്ടെ, ലോകം ധരിച്ചു പോകട്ടെ, ലോകം ധരിച്ചു പോകട്ടെ. ഒരു പുഴക്കൊരു മനുഷ്യൻ കത്തെഴുതുകയാണ്. കവിഭാവനയിലല്ല, കവിഭാവനയിലല്ല, കലാകാരന്റെ സ്വപ്നത്തിലല്ല, സിനിമയുടെ തിരശീലയിലല്ല.
ടിവിയുടെ സ്ക്രീനിലല്ല, സംഭവിക്കുകയാണ് ലോകത്ത്. യഥാർത്ഥ ലോകത്ത്, സംഭവ പരമ്പരകളുടെ ലോകത്ത്, യാഥാർത്ഥ്യത്തിന്റെ ലോകത്ത് സംഭവിക്കുകയാണ്. പുഴക്ക് കത്തെഴുതുകയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കത്തെഴുതുകയാണ്. നൈൽ നദി ആരാ എഴുതുന്നത്? ഉമറല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധിയായ ഉമർ റളിയല്ലാഹു അൻഹു. ഞാൻ ഒറ്റയ്ക്ക് എഴുതുന്ന കത്തല്ല, എന്നെ ഇവിടെ എത്തിയ ഒരാളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൈൽ നദി, നീ ഒഴുകുന്നത് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നൈൽ നദി, നീ ഒഴുകുന്നത് അള്ളാഹുവിന്റെ ഹിതത്തിന് വിധേയമായിട്ടാണെങ്കിൽ എനിക്ക് ചിലത് പറയാനുണ്ട്. നൈൽ നദി, പറയാനുള്ളത് ഇതാണ്. നൈൽ നദി, ആ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിന്റെ ഖലീഫയാണ് ഈ ഉമർ. ആ റസൂലിന് വേണ്ടി, ആ റസൂലിന്റെ പ്രതിനിധിയായ ഉമർ പറയുന്നു, നൈൽ നദി, വെള്ളപ്പൊക്കമായിട്ട് ആളുകളെ വിഷമിപ്പിക്കല്ലേ നൈൽ നദി, പൊങ്ങല്ലേ നൈൽ നദി, ആയിരങ്ങളെ കൊല്ലല്ലേ നൈൽ നദി, കരാള താണ്ഡവമാടല്ലേ നൈൽ നദി, രാക്ഷസ രൂപമാണ്ട് മനുഷ്യനെ കൊല്ലാൻ ഒരുങ്ങല്ലേ നൈൽ നദി. ഇതെന്താ ചെയ്യേണ്ടത്? കത്ത് വാങ്ങിയ ആള് എത്തിച്ചപ്പോ ചോദിച്ചത്, എന്തെങ്കിലും കാട്ടണ്ടേ? മനുഷ്യനാണ് ഈ കൈ കൊണ്ടേ കൊടുത്തിട്ട് വായിക്കാൻ പറയാം. ഒഴുകുന്ന പുഴയോട് എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യണ്ട, ഒഴുകുന്ന പുഴയിൽ ഇട്ട് കൊടുത്താൽ മതി. മൂപ്പർക്കുള്ള കത്ത് ഫ്രം ഞാന് ടു പുഴ, അതങ്ങ് ഇട്ട് കൊടുക്കുക, മൂപ്പര് കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് കിട്ടേണ്ട താമസം. നൈൽ നദി, പൊളഞ്ഞൊഴുകുന്ന നൈൽ നദി, ഘോരഘോരം ഒഴുകുന്ന നൈൽ നദി, അലയിട്ടടിക്കുന്ന ഒഴുകുന്ന നൈൽ നദി, തലയിട്ടടിക്കുന്ന നൈൽ നദി, അലമാലകൾ ഉതിർക്കുന്ന നൈൽ നദി, കരകവിയുന്ന നൈൽ നദി, തീരങ്ങളെ ആക്രമിക്കുന്ന നൈൽ നദി. കത്ത് കിട്ടിയപ്പോൾ വെള്ളപ്പൊക്കം വാരുന്ന പോലെ, കീഴോട്ട് കീഴോട്ട് ഒഴുക്ക് നിലക്കുന്ന പോലെ, ഭൂമിയിലേക്ക് വെള്ളം ആഴ്ന്ന് പോകുന്ന പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയുടെ വാക്ക് കേട്ടിട്ട് നൈൽ നദി അടങ്ങിപ്പോയി. ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നവനാണ് മുഅ്മിൻ. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ വിശ്വസിക്കണ്ടേ? എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എൻ്റെ യുക്തിയും ബുദ്ധിയും എന്നൊക്കെ പറഞ്ഞ ദീനുണ്ടോ അവന്? എന്റെ യുക്തിക്കും ബുദ്ധിക്കും വെളിവായതേ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദീനിന്റെ സുഗന്ധം അനുഭവിക്കാൻ സാധിക്കില്ല. അവനെന്ത് മിഅ്റാജ്, അവനെന്ത് ഹിജ്റ, അവനെന്ത് അൽ ജബൽ യാ സാരിയ, അവനെന്ത്? അവനൊന്നുമില്ല. അവനെന്ത്? ഇന്നലെ പറഞ്ഞ സിദ്ദീഖുൽ അക്ബറിന്റെ വിഷപ്പാമ്പിന്റെ വിഷം അതകറ്റാൻ റസൂലുള്ളാഹിന്റെ ഒരു ഇത്തിരി ഉമിനീര് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവനെന്തിന്? മിനിഞ്ഞാന്ന് പറഞ്ഞ റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുത്തെ പുണ്യമാക്കപ്പെട്ട വിയർപ്പ് സഹാബികൾ നാവിൽ തൊടുകയാണ്. സഹീഹ് ബുഖാരിയാണ്, നമ്മളാരും ഉണ്ടാക്കി പറയില്ല. സഹീഹ് ബുഖാരി, ബുഖാരിയെ തള്ളി പറയുന്നവരൊന്നും മുസ്ലിം സമൂഹത്തിൽ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. ബുഖാരിയെ തള്ളി പറയുന്നവരെ കുറിച്ച് അപകടമാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലോകത്തിന് ആധികാരികമായ ഒരു പ്രാമാണിക ഗ്രന്ഥം അതിൽ പറയണേ. അപ്പൊ ഈ വക സംഭവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അൽ ജബൽ യാ സാരിയ എന്ന സംഭവം എത്ര വലിയ സംഭവമാണ്. മാറി നില്ല് സാരിയ, മാറി നിന്ന് യുദ്ധം ചെയ്യ സാരിയ. അതിനെക്കുറിച്ച് കവികൾക്ക് പോലും പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. സദായേ അൽ ജബൽ സാരിയ ദീഥി മദീനെ മേ, സദായേ അൽ ജബൽ സാരിയ ദീഥി മദീനെ മേ, सारी सा सुनाई दी सदा ईरान में अहले ईमान को, सुनाई दी सदा ईरान में अहले ईमान को, बेफरमान खुदा खत ने लिखो लिख कर क्या जारी, बेफरमान खुदा खत ने लिखो लिख कर किया जारी, दिखाई ये करामत भी उमर ने चश्म इंसान को, दिखाई ये करामत भी उमर ने चश्म इंसान को, न जाने कितने गुल इस्लाम पैदा कर चुका लेकिन, न जाने कितने गुल पैदा कर चुका लेकिन, उमर वो गुल है जिस पर नाज है सारे गुलिस्तान को, उमर वो गुल है जिस पर नाज है सारे गुलिस्तान को,
उमर की जात वो जाते गिरामी है खुदा शाहिद, उमर की जात वो जाते गिरामी है खुदा शाहिद। चमकना जिसने सिखलाया जमाने में मुसलमान को, चमकना जिसने सिखलाया जमाने में मुसलमान को। ഈ രണ്ട് സംഭവം വെച്ചുകൊണ്ട് കവി പറയാണ്, സദായേ അൽ ജബൽ യാ സാരിയ ദീദി മദീനെ മേ, മദീനയിലാണ് സാരിയ മഴമാല മാറിനില്ല എന്ന ആ ശബ്ദം മുഴങ്ങിയത്. കേട്ടതോ ശബ്ദം മുഴങ്ങിയത് മദീനയിലാണെങ്കിൽ കേട്ടതോ ഇറാനിലാണ്. സുനായി ദീ സദാ ഇറാൻ മേ അഹ്ലെ ഈമാൻ കോ, മുഅ്മിനീങ്ങൾക്ക് ഇറാനിൽ ശബ്ദം മുഴങ്ങി. ശബ്ദം പറഞ്ഞത്, ശബ്ദമുണ്ടായത് മദീനത്താണെങ്കിൽ അത് കേട്ടത് ഇറാനിലാണ്. ബഫർമാനെ ഖുദാ ഖത്നെ ലകോ ലിഖ് കർ കിയാ ജാരി, അല്ലാഹുവിന്റെ ആജ്ഞപ്രകാരം, അല്ലാഹുവിന്റെ ആജ്ഞപ്രകാരം നൈൽ നദിക്ക് കത്തെഴുതി കൊടുത്തു, കത്തൊഴുക്കി കൊടുത്തു. ദിഖായിയേ കറാമത്ത് ബി ഉമറിനെ ചശ്മ ഇൻസാൻ കോ, ഈ കറാമത്തും മനുഷ്യന്റെ കണ്ണിന് ഉമർ റളിയല്ലാഹു അൻഹു കാട്ടിക്കൊടുത്തു. न जाने कितने ഇസ്ലാം पैदा कर चुका लेकिन, എത്ര പൂക്കളെയാണ് ഈ ദീന് ജനിപ്പിച്ചതെന്നറിയില്ല. ഉമർ ഓ ഗുൽ ഹേ ജിസ് പർ നാസ് ഹേ സാരേ ഗുലിസ്താൻ കോ, പക്ഷേ പൂന്തോപ്പിന് മുഴുവൻ അഭിമാനമുള്ള പൂവാണ് ഈ ഉമർ. ഇത് അഭിമാനമുള്ള പൂവാണ്. ഇത് നീതിയുടെ കാര്യത്തിൽ ആരോടും ഒരിഞ്ച് വിട്ടുവീഴ്ച ചെയ്യാത്ത നായകനാണ്. നീതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ദീനിലേക്ക് കടന്നു വന്നൊരു പുതിയ മനുഷ്യനുണ്ടായിരുന്നു, ഒരു പുതിയ മനുഷ്യൻ. അദ്ദേഹം ദീനിലേക്ക് കടന്നു വന്നത് അടുത്ത കാലത്താണ്. ഗവർണറായി അദ്ദേഹം അതിനുമുമ്പ് തന്റെ നാട്ടിലെ രാജാവായിരുന്നു. ദീനിലേക്ക് വന്നു, അദ്ദേഹം ഗവർണറായി. ഗവർണറായപ്പോൾ അദ്ദേഹത്തിന് തോന്നി വന്ന് മക്കയിൽ വന്നിട്ട് ഹജ്ജ് ചെയ്യണം. അങ്ങനെ അദ്ദേഹം ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കത്തെത്തിയിട്ട് കഅബ ശരീഫ് ചുറ്റും അദ്ദേഹം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എങ്ങും മുഴങ്ങുകയാണ്. തവാഫ് ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ഗവർണർ കഅബക്ക് ചുറ്റും ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ഒരു നീഗ്രോയായ കറുത്ത നിറമുള്ള ഒരു സാധാരണക്കാരനായ സഹോദരന്റെ കൈ വന്നിട്ട് ഗവർണറുടെ ശരീരത്തിൽ തട്ടി. തവാഫ് ചെയ്യുമ്പോൾ തട്ടുമല്ലോ. ഇവിടെ നാട്ടിൽ നിന്ന് മുണ്ടാത്തോനും കണ്ടുമുട്ടുന്ന സ്ഥലമാണല്ലോ ഹജ്ജിന് പോയ കഅബയിലെ തവാഫ്. ഇവിടെ തമ്മിൽ കണ്ടുമുട്ടാത്തവനും കഅബക്ക് ചുറ്റും ഒരാൾ അപ്പുറത്തും തുടങ്ങി, മറ്റാൾ ഇപ്പുറത്തും തുടങ്ങി. ഇവിടെ കണ്ടുമുട്ടാത്തവരായിരുന്നു, അലോഹിയായിരുന്നു. പക്ഷെ അവിടെ വെച്ചിട്ട് ഒരാൾ അപ്പുറത്തും കേട്ടരും ഒരാൾ ഇപ്പുറത്തും ചെന്നു കണ്ടുമുട്ടി. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക 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 ലകൽ ഹംദു വന്നിഅമതു ലക വൽ മുൽകു ലാ ശരീക ലക. ഈ സംഭവം ഈ ഗവർണറുടെ കയ്യിലാ കൈമുട്ടുന്നത്. ഗവർണർ ഇപ്പൊ ഗവർണറാണെങ്കിലും ദീനിലേക്ക് വരുന്ന മുമ്പ് നാട്ടിലെ രാജാവാണ്. കൊടുത്തൊരൊറ്റടി. ഈ സാധാരണക്കാരനായ സഹോദരനെ ഒരൊറ്റടിയാണ്. അടി തിരി ഊക്കുള്ള അടിയായി. ആ സഹോദരൻ വീണുപോയി അടിയുടെ ഊക്കൊണ്ട്. അദ്ദേഹം തിരിച്ചടിച്ചില്ല. എന്തിനാ തിരിച്ചടിക്കേണ്ട ആവശ്യം? രാജ്യം ഭരിക്കുന്ന ആളില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പാവങ്ങളുടെ ഇഷ്ടതോഴനെ, സാധാരണക്കാരന്റെ രക്ഷകനെ, നീതിയുടെ സംരക്ഷകനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇത്തിരി പരിക്കൻ സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മിനിഞ്ഞാന്ന് പറഞ്ഞല്ലോ. ഖലീഫയാക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ആളുകൾ സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു, ആള് നല്ല ആളാണ്, ഉമറിനേക്കാൾ ഖലീഫക്ക് യോഗ്യനായിട്ട് ആരുമില്ല, പക്ഷേ ഇത്തിരി പരിക്കൻ സ്വഭാവമുണ്ട് ഉമറിന് എന്ന് സഹാബികൾ സിദ്ദീഖിനെ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഉപദേശിച്ചപ്പോൾ ഫാറൂഖിന്റെ ഗൗരവവും ഫാറൂഖിന്റെ പരിക്കൻ സ്വഭാവവും ദീനുൽ ഇസ്ലാമിന്റെ ഗൗരവമാണെന്ന് ഒന്നാമത്തെ ഖലീഫയായ റസൂലുള്ളാഹിന്റെ വലങ്കയ്യായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് നമ്മൾ മിനിഞ്ഞാന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നത്രേ, എന്റെ പരുക്കൻ സ്വഭാവം ഉണ്ടായത് എങ്ങനെയെന്നറിയോ? ചെറുപ്പത്തിൽ എന്റെ വാപ്പന്നെ വല്ലാതെ അടിക്കുമായിരുന്നു. ഒരു ദിവസം സഹാബികൾക്കിടയിൽ ഇരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖലീഫായ ശേഷവും കുറെ കാലം കഴിഞ്ഞപ്പോൾ വെറുതെ പിന്നെയും പറഞ്ഞു, എന്റെ വാപ്പന്നെ ചെറുപ്പത്തിൽ നന്നായിട്ട് അടിക്കുമായിരുന്നു. ഒരു കാര്യമില്ലാതെ
സഹാബികൾ ഇങ്ങനെ ആയിരുന്നു ആലോചിച്ചു, എന്താ പത് പറയേണ്ട കാര്യം, ബാപ്പ അടിക്കണ കാര്യം. സഹാബാക്കളെ ചോദിച്ചു, ഇപ്പം എന്തിനാ ഞങ്ങളത് പറഞ്ഞത്, ബാപ്പ അടിക്കണ കാര്യം? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബാപ്പ അടിക്കണ കാര്യം ഇപ്പൊ പറഞ്ഞത് ഞാൻ ഖലീഫയായിട്ടും എന്നിൽ ഗൗരവമുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ശൈത്താൻ എന്നെ വഴിപഴപ്പിക്കാതിരിക്കാൻ പറഞ്ഞതാണെന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് എന്താണ് ആ സ്വഭാവം അല്ലേ, അതൊരു വല്ലാത്ത സ്വഭാവം തന്നെ, രസകരമായ സ്വഭാവം. ഹജറുൽ അസ്വദിനെ മുത്തം വെക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹജറുൽ അസ്വദേ, എനിക്ക് നല്ലപോലെ അറിയാം നീ ഒരു കല്ലാണെന്ന്, എനിക്ക് നല്ലപോലെ അറിയാം കല്ലേ നീ വെറും കല്ലാണെന്ന്. എന്റെ ഹബീബായ നബി അള്ളാഹുവിന്റെ റസൂല് നിന്നെ മുത്തം വെക്കുന്നതും ചുംബിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ കല്ലായ നിന്നെ മുത്തം വെക്കാൻ ഖത്താബിന്റെ മോനായ ഉമറിന് കിട്ടൂലായിരുന്നു. ഹജറുൽ അസ്വദേ, ഞാൻ അവിടുത്തെ മാതൃക അനുകരിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ മുത്തം വെക്കുന്നത്. ഹജറുൽ അസ്വദേ, പൊങ്ങണ്ട കേട്ടോ, കല്ല് കല്ല് തന്നെയാണ്, അവിടെ തന്നെ നിന്നാ മതി. റളിയല്ലാഹു തആല അൻഹു. ഈ സമുദായത്തിന്റെ ഈമാന് കാക്കാൻ വേണ്ടി പാടുപെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂല് ഒരു കരാറ് ഒപ്പിട്ട ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ആളുകൾ ഇങ്ങനെ പോയിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുപെട്ടു. അവിടെ ഒരു പ്രത്യേകത, അവിടെ ഇരുന്നിട്ടൊരു പ്രത്യേക ചർച്ച, റസൂലുള്ള ഇരുന്ന മരച്ചുവട്ടിനൊരു പ്രത്യേക പവിത്രത, അവിടെ ഒരു പ്രത്യേക ബഹുമാനം. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറഞ്ഞു, കോടാലുണ്ടോ കയ്യില്, കോടാലി കയ്യിലുണ്ടോ? ആരോ പറഞ്ഞു കോടാലി കൊണ്ടുവന്നു തരാ. ഉമർ റളിയല്ലാഹു തആല അൻഹു ചെന്നു, മരത്തിനൊരു ആഞ്ഞുവെട്ട്. ആളുകൾ ചോദിച്ചു, എന്തേ? ഈ സമുദായം ശിർക്കിന്റെ ഒരു നേരിയ വഴിയിലേക്ക് പോലും വഴുതി പോകാതിരിക്കാനാണ്. റസൂൽ ഇരുന്ന സ്ഥലത്തോട് ബഹുമാനം തോന്നി തുടങ്ങിയിട്ട് ആ സ്ഥലത്തോടും ആ മരത്തോടും ഒരു ആരാധനാ മനോഭാവം വന്നുപോയാൽ അത് ഈ സമുദായത്തിന്റെ തൗഹീദിൽ, ഇവരുടെ ഈമാനിൽ വെള്ളം ചേർക്കും. അതുകൊണ്ട് മരം ക്രാഷ്. അതായിരുന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അതൊരു പരുക്കനാണെങ്കിൽ പരുക്കൻ തന്നെ, പക്ഷെ ആ പരുക്കനെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരുന്നു. ആ പരുക്കൻ സ്വഭാവം അള്ളാഹു ഇഷ്ടപ്പെട്ടിരുന്നു, അവന്റെ റസൂലും ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവനായ ഉമറിന്റെ പരുക്കൻ സ്വഭാവം ദീനുൽ ഇസ്ലാമിന് നല്ലതാണ്. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഗവർണറുടെ ഈ അടി. തവാഫ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ അടി. ഉടനെ തന്നെ ഓടി സഹോദരൻ അമീറുൽ മുഅ്മിനീൻ, എനിക്കൊരു അടി കിട്ടിയിരിക്കണം. ആരുടെ കയ്യുന്ന? ഗവർണർ, നാട് ഭരിക്കുന്ന ഗവർണർ. എങ്ങനെ സംഭവം? തവാഫ് ചെയ്യുമ്പോ കഅബ ശരീഫിന്റെ ചുറ്റും, നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ ചിലരില്ലേ, ഞാൻ ആരാന്ന് എനിക്കറിയോ, എന്റെ കുടുംബം ഏതാണെന്നറിയോ, എന്റെ വാപ്പ ഏതാണെന്നറിയോ, ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആളുകളെ. സാക്ഷാൽ ഈ ഗവർണറുടെ സ്വഭാവക്കാർ. എന്റെ കുടുംബം ഏതാണ്, എന്റെ തറവാട് ഏതാണ്, എന്റെ അസലേതാണ്, വല്ല വിവരമുണ്ടോ എന്ന് പരസ്യമായിട്ട് പറഞ്ഞെടുക്കുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. ദീന് ഉള്ളിൽ കിടന്നിട്ടില്ല എന്നർത്ഥം. ദീന് ഉള്ളിൽ കിടന്നോ എന്റെ ചുണ്ടിൽ കൂടി നാവ് കൂടി ആ വർത്താനം തറവാടും ഒന്നും വരൂല. അയാ ഫാഖിറൻ ബിന്നസ്ബി കൈഫ തഫാഖുറൂ അസ്ലൂകുമു മിൻ ഖബ്ലു തിയം വനയരൂ വാശാരി മൂശാരി പാണൻ വപറയരൂ വനായാടി ചെട്ടി വമണ്ണാനു പറയരൂ എന്ന് വെളിയങ്കോട്ട ഉമർ ഖാദി. ആ വലിയ ഉമറിന്റെ സ്വഭാവം ഈ ചെറിയ ഉമറിനെ കുറേശ്ശെ ഉണ്ടായിരുന്നു. ഏത്? ആ മദീനത്തെ ഉമറിന്റെ കുറെ സ്വഭാവങ്ങൾ ഈ വെളിയങ്കോട്ട് ഉമറിനുണ്ടായിരുന്നു. പരിക്കുന്ന സ്വഭാവം. ബ്രിട്ടീഷുകാരോട് പറഞ്ഞു നികുതി തരൂല്ല, പേരിൽ മാത്രമല്ല നികുതി തരൂല്ല. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് നാട് മുടിക്കാൻ വന്ന അക്രമികളെ നികുതിയില്ല. ആരാ വിളിച്ചു പറയണത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് നികുതി നിഷേധ പ്രസ്ഥാനം തുടങ്ങുന്നതിന് ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് വെളിയങ്കോട്ട കാതേര് നികുതിയില്ല. ബ്രിട്ടീഷുകാർ ചോദിച്ചു എന്തുകൊണ്ട്? ഇല്ല, നിങ്ങൾ നാട് മുടിക്കാൻ വന്ന അക്രമികളാണ്, ലാലിമീങ്ങളാണ്, നിങ്ങൾ മർദ്ദകന്മാരും ഞങ്ങൾ മർദ്ദിതരുമാണ്. മർദ്ദകർക്ക് നികുതി തരൂല്ല. മനസ്സില്ല. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് നീബു സാഹിബിന്റെ ചാവക്കാട്ടെ തുക്കടി ഓഫീസിൽ കടന്നു ചെന്നിട്ട് ഉമർ ഫാറൂഖിന്റെ സ്വഭാവം കാട്ടി. എന്താ സ്വഭാവം? നീബു ഇരിക്കാണ്,
മേശപ്പുറത്തേക്ക് കാലും വെച്ചിട്ട് നീബുവിന്റെ മുമ്പ് ചെന്നു. ചെല്ലാൻ പറഞ്ഞതായിരുന്നു ബ്രിട്ടീഷുകാർ. നികുതി കൊടുക്കൂല എന്ന് പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കാൻ. നിങ്ങളാരാ? ഞാൻ ഉമർ. ഏത് ഉമർ? വെളിയങ്കോട്ട ഉമർ. ഓ, ലോക പ്രശസ്തമായ ബ്രിട്ടീഷ് രാജാവിന്റെ ഭരണകൂടത്തിന് നികുതി കൊടുക്കില്ലെന്ന് പറയുന്ന ആ വെളിയങ്കോട്ട ഉമറാണോ? അതെ. നികുതി കൊടുക്കൂല എന്നാണോ ഇനിയും തീരുമാനം? കൊടുക്കൂല എന്ന് തന്നെ തീരുമാനം. കൊടുക്കാന്ന് ഞങ്ങള് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. കൊടുക്കാൻ തയ്യാറുണ്ടോ? ഇനിയും കൊടുക്കൂല എന്ന് പറയാനാ ഞാൻ ഇവിടെ വന്നത്. അത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം വിളിച്ചു ചോദിച്ചതാണ് മാതാ തഖൂൽ. അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചതാണ് മാതാ തഖൂൽ യാ ബത്താർ. ശുദ്ധമായ അറബിയിലാണ് നീബു സാഹിബിനോട് ചോദിച്ചത്, ഉമർ ഖത്താബിന്റെ ഭാഷയിൽ തന്നെ. റളിയല്ലാഹു അൻഹു എന്ത് പറയണം? അവസാനം നീബു സാഹിബിന്റെ മുഖത്തേക്ക് ഒരു തുപ്പാണ് ഫു എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാരനങ്ങ് വേർത്തുപോയി. ജീവിതത്തിൽ തന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു ഇന്ത്യക്കാരൻ ധൈര്യപ്പെട്ടിട്ടില്ല. എന്നിട്ടാണ് വെള്ളക്കാരൻ സാഹിബിന്റെ തുക്കടി സാഹിബിന്റെ മുഖത്തേക്ക് തുപ്പുന്നത്. അദ്ദേഹം ആരെങ്കിലും കണ്ടോ നോക്കി? വല്ല പ്യൂണോ അറ്റൻഡറോ? വെള്ളക്കാരുടെ ആ മഹിമ പോവോ? അദ്ദേഹത്തെ ജയിലടച്ചു. നേരം വെളുത്തപ്പോ ജയിലില് പുള്ളില്ല. പുള്ളി മന്നലംകുന്ന് ചാവക്കാട് മന്നലംകുന്നത്തുള്ള പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ. വീട് വളയുന്നു, കുട്ടികളെ ബുദ്ധിമുട്ടിക്കണേ. ഉമർ ഖാലി അറിയിച്ചു, വീട് വളയണ്ട, മക്കളെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാനങ്ങ് വന്നുകൊള്ളാം, എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടുപെടണ്ട. ഉമർ ഖാലി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോ ഉമർ ഖാലി പറഞ്ഞു, എന്നെ അറസ്റ്റ് ചെയ്തോ, ഞാൻ അങ്ങോട്ട് വന്ന് അറസ്റ്റ് തരാം. ജയിലെന്ന് നാട്ടിലൊന്നുമില്ല, കോഴിക്കോട്ടെ ജയിലുള്ളൂ. വെള്ളപ്പട്ടാളക്കാര് പറഞ്ഞു, നടക്ക്, കോഴിക്കോട്ടേക്ക് നടക്ക്. ഉമർ ഖാലി പറഞ്ഞു, നടക്കാനോ? മഞ്ചല് കൊണ്ടുവാ, മഞ്ചല് കൊണ്ടുവാ. നിങ്ങൾ എന്നെ വന്ന് അറസ്റ്റ് ചെയ്തതല്ല, ഞാൻ അങ്ങോട്ട് വന്ന് അറസ്റ്റ് വരിച്ചതാണ്, അതുകൊണ്ട് മഞ്ചല് കൊണ്ടുവാ. വെള്ളക്കാര് മഞ്ചല് ഏറ്റി. ഉമർ ഖാലി സുഖമായിട്ട് നിദ്ര കൊണ്ട് കടന്നു. കോഴിക്കോട്ടേക്ക് വെളിയങ്കോട്ടുന്നൊരു സുഖയാത്ര. വീരവിപ്ലവകാരിയേ, മലബാറിന്റെ രോമാഞ്ചമേ. ആ രോമാഞ്ചത്തിന്റെയും കാരണം എന്താ? ഞാൻ എന്റെ പ്രസംഗം തുടങ്ങിയെടുത്തേക്ക് മടങ്ങണം. അത് പറയണമെങ്കിൽ 20 മിനിറ്റുകാരനോട് പറയാം. 20 മിനിറ്റുകാരനോട് എവിടുന്ന് കിട്ടി ഈ ശക്തി? സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ചോദ്യം ചെയ്യാൻ വെളിയങ്കോട്ട ഉമർ ഖാലിക്ക് എവിടുന്ന് കിട്ടി ശക്തി? ശക്തി എവിടെന്നറിയുമോ? നേരെ ചൊവ്വേ കടന്നു ചെല്ലുകയാണ് മദീനയിലേക്ക്. റൗദാ ഷരീഫിന്റെ മുമ്പിൽ ഖാദിർ നിൽക്കുകയാണ്. ഖാദിർ ചൊല്ലാൻ തുടങ്ങി, യാ അക്റമൽ ഖുറമ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജു عطاء على البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما ورأى عجائب عالم الملكوت وسرائر الناسوت والجبروت عينا مدرس مسجد اللاهوت كم من لدني هواه علوما صلوا عليه وسلموا تسليما. അറബികൾ വിചാരിച്ചു വല്ല കൂഫക്കാരനായിരിക്കാം, ബസറക്കാരനായിരിക്കാം. ഒരു കൂഫി മസലയല്ല, നമ്മളെ കേരളീയനാ. കേരളത്തിന്റെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുക. പക്ഷെ അവരൊക്കെ മതമൈത്രിക്ക് വേണ്ടി പാടുപെട്ടാരുടെ കൂടെ മനസ്സിലാക്കുക. ഒരു ഭാഗത്ത് ദീനിലുള്ള ശക്തിയായ ഊന്നൽ, മറ്റൊന്ന് മതമൈത്രി. ദീനുണ്ടാകുമ്പോൾ വർഗീയത വേണ്ടെന്ന് അവരൊക്കെ പഠിപ്പിച്ചത്. ആ വെളിയങ്കോട്ട ഉമർ ഖാലിയെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയപ്പോ ഹിന്ദുക്കളാണ് ആദ്യം പ്രതിഷേധിച്ചത്. ഖാലിയരെ കൊണ്ടുപോകാൻ സമ്മതിക്കൂല, ഖാലിയരെ കൊണ്ടുപോകാൻ സമ്മതിക്കൂല വെളിയങ്കോട്ട ഹിന്ദുക്കൾ. അതാ കേരളം. ചിലർക്കുണ്ട് ദീന് വരുമ്പോ കൂടെ വർഗീയത വരിക. അവിടെ പ്രസംഗിക്കുമ്പോ മറ്റു സമൂഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, മറ്റു സമുദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സമാധാനത്തിന് നിരക്കാത്ത, മൈത്രിക്ക് നിരക്കാത്തത് പറയാ. അത് നമ്മുടെ പൂർവികരുടെ വഴിയല്ല. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യം, യാ അക്റമൽ ഖുറമാ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും. നബിയെ, ഫഖീറായ ഉമർ ഖാലി, ഉമർ ഖാലില്ല, ഫഖീറായ ഉമർ ദാ വന്ന് നിൽക്കണം നിങ്ങളുടെ പടിവാതിൽക്കല്. റൗളയിലാണ് ഈ മലയാളി പാട്ട് പാടുന്നത്. മുൻകൂട്ടി എഴുതിക്കൊണ്ടേറ്റ് അവിടുന്ന് എഴുതി വായിച്ചതൊന്നുമല്ല, അവിടുന്നാണ് ചൊല്ലിയതാണ്. അറബി ഭാഷയിലുള്ള പാണ്ഡിത്യത്രേ, കവിത എഴുതാനുള്ള കഴിവത്രേ. ഉമർ ഖാലി ഉണ്ടാക്കിയ ആ രത്നമാല വല്ലാത്തൊരു സാധനമാണത്.
ഇപ്പോഴും ചാവക്കാട്ട് ആ വഴിക്ക് പോകുമ്പോ വെളിയങ്കോട്ട് കൂടി പോകുമ്പോ ഒരു സ്പന്ദനം അല്ലേ? എന്താ അവിടെ പുലി ഉറങ്ങാണ്. പുലി ഉറങ്ങുന്ന സ്ഥലത്ത് കൂടി പോകുമ്പോ മണ്ണിന് എന്തോ ഒരു രോമാഞ്ചം ഉണ്ടാവും. പുലി ഉറങ്ങാണ്. കബറിന്റെ അകത്ത് പുലി ചാടിപ്പോകുമെന്ന് തോന്നിപ്പോകും. ബ്രിട്ടീഷുകാരെ വെല്ലുവിളിക്കാൻ ധൈര്യം കാട്ടിയ വീരവ്യാഘ്രം അതിപ്പോഴും അവിടെ നിന്ന് ഗർജിക്കുന്നു എന്ന് തോന്നിപ്പോകും. അല്ലാഹുവിന്റെ റസൂലിന്റെ അപ്പൊ എവിടുന്നാ കിട്ടിയത്? അതാ ഞാൻ പറഞ്ഞത്. ആ ഉഷ്ണം എവിടുന്ന് കിട്ടി? അത് റൗദാ ഷരീഫിൽ നിന്ന് കിട്ടി. നബിയേ, ഞാനിതാ അങ്ങയുടെ കാൽക്കൽ ഞാനിതാ വന്നിരിക്കണേ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ചൂട്, ആ ശുഷ്കാന്തി ഗവർണർ പറഞ്ഞു. ഈ സാധാരണക്കാരൻ പോയിട്ട് പറഞ്ഞു, എന്നെ അടിച്ചിരിക്കണം. എന്താ കേസ്? തവാഫ് ചെയ്യുമ്പോ മേലം തട്ടിപ്പോയി. ഗവർണറെ വിളിപ്പിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവർണർ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഖലീഫ വിളിക്കുന്നുണ്ട്, അമീറുൽ മോമിനെ വിളിക്കണം. എന്തിന്? എന്തൊരു കേസ് പറയാൻ എന്നെ വിളിക്കുക? എന്താ കേൾക്കുന്നത്? രാജ്യം ഭരിക്കുന്ന ഗവർണർ, ഇസ്ലാമിൽ വരണമ്പോ ഞാൻ രാജാവായിരുന്നു, എന്നെ വിളിക്കുക കേസിൽ പറയാനോ വിധി പറയാനോ എന്നെ അവലാദികളുടെ മുമ്പിൽ എന്നെ ഹാജരാക്കാനോ? പോയി നോക്കാം. പോയി നോക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഈ കേട്ടതൊക്കെ ശരിയാണോ? കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുമ്പോ അറിയാതെ കയ്യമ്മലൊന്ന് കൈ തട്ടിയതിന് നിങ്ങൾ ഈ സാധുവായ മനുഷ്യനെ അടിച്ചു എന്ന് പറഞ്ഞത് ശരിയാണോ? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ചോദിച്ചു. ഗവർണർ പറഞ്ഞു, ശരിയാണെന്നോ? ഒരു വട്ടല്ലേ അടിച്ചിട്ടുള്ളൂ. എന്റെ നാട്ടിലേറ്റായിരുന്നെങ്കിൽ അമീറുൽ മോമിനീൻ അവന്റെ പണി കഴിക്കുമായിരുന്നു. എന്നെപ്പോലെ ഒരു വലിയ തറവാട്ടിൽ ജനിച്ച ഒരു വലിയ കുടുംബത്തിൽ പിറന്ന ഒരാളടുത്തൊക്കെ വന്നിട്ട് ഈ കറുത്ത നീഗ്രോ എന്നെ മേലേക്ക് വീഴാന്നൊക്കെ പറയുമ്പോ അവനൊന്ന് ആലോചിക്കണ്ടേ ആരായി നിൽക്കണമെന്ന്. നമ്മളെ ചില ആൾക്കാർ പറയാറുള്ള അതേമാതിരി തന്നെ അല്ലേ? നമ്മളെ തറവാടും കുടുംബമൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? നമ്മൾ എവിടുന്ന് ഉണ്ടായി എന്ന് ആലോചിക്കണ്ടേ? ഞാൻ ഇപ്പൊ ഉമർ ഖാദിയെ ഓർക്കാൻ എന്താ കാരണം? ഉമർ ഖാദി പറഞ്ഞു, എല്ലാരും ഇവിടുന്ന് പരിവർത്തിച്ചു വന്നതാണ്. എന്തിനാണ് ഈ അഭിമാനം പറച്ചില്, മേനി പറച്ചില്? ഉമർ ഖാദി ധാരാളം ബെയ്ത്തുകൾ ഉണ്ടാക്കുമായിരുന്നു, എഴുതി വെക്കുമായിരുന്നു. പക്ഷേ ഈ സമുദായത്തിലെ പലരും നശിപ്പിച്ച്. ഉമർ ഖാദി താനൂരിൽ ദർസ് നടത്തിയിരുന്ന കാലത്ത് പള്ളി ചുമരുമ്പിൽ കവിത തോന്നിയാൽ ഉടനെ എഴുതി വെക്കുമായിരുന്നു. അതൊക്കെ വെള്ളം വലിച്ചു കളഞ്ഞ് സമുദായത്തിലെ മുതലാളിമാർ. അവർക്ക് ആ മനുഷ്യന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ചിലത് കിട്ടിയത് മാത്രം ബാക്കിയായി. മുതലാളിമാർക്ക് അള്ളാഹു ഒത്തിരി ബുദ്ധി കൊടുത്തിരുന്നെങ്കിൽ അത് വെള്ളം വലിച്ചു കളയാനുള്ളതല്ല, അത് ഭാവി തലമുറക്ക് പകർന്നു കൊടുക്കാനുള്ള മുത്താണെന്ന് അവർ മനസ്സിലാക്കുമായിരുന്നു. ഉമർ ഖാദിക്ക് എപ്പോഴെങ്കിലും മനസ്സിൽ കവിത കണ്ട് തോന്നിയാൽ ഉടനെ പള്ളി ചുമരുമ പോയിട്ട് ഒറ്റ കുറിച്ചു വെക്കലാണ്. നല്ല രസകരമായ സാധനങ്ങൾ, നല്ല ഒന്നാന്തരം കവിതകൾ. അദ്ദേഹത്തിന്റെ കവിതക്കൊക്കെ എന്തോ ഒരു രസമാണ്, അതിൽ ആത്മീയത ഉണ്ട്. നബിയെ കുറിച്ച് എന്താ പറഞ്ഞത്? എന്താണ് നബിയെ കുറിച്ച് പറഞ്ഞത്? മലക്കൂത്ത് ലോകത്തിലെ അത്ഭുതങ്ങൾ റസൂലുള്ള കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജബറൂത്ത് നാസൂത്തിന്റെ രഹസ്യങ്ങൾ കണ്ടു. പിന്നെ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് ഉമർ ഖാദി, ലാഹൂത്ത് പള്ളിക്കലെ മുദർരിസിനെയും കണ്ടു. റസൂലുള്ള മിഅ്റാജിന് പോയ സംഭവം പറയാണ്, ലാഹൂത്ത് പള്ളിയിലെ മുദർരിസിനെ കണ്ടു. ഓ, എന്തൊരു ഭാവന, എന്തൊരു ഭാവനയുടെ ഏഴാം ആകാശം. ഏതാ അവിടെ ഒരു പള്ളി? ആരായി മുദർരിസ്? അത് മറ്റാരുമല്ല, മുഖറബായ മലക്ക് റൂഹുൽ അമീൻ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ വഹിയിന്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വന്ന മുദർരിസ്. ഐന മുദർരിസ മസ്ജിദിൽ ലാഹൂതി കമിൽ ലദുന്നിയിൻ ഹവാഹു ഉലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അങ്ങനെ എഴുതി വെച്ച ഉമർ ഖാദി. നമുക്ക് വലിയ ഉമർ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് മടങ്ങിച്ചെല്ലാം. ഇതൊക്കെ ഒരേ വെളിച്ചമാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ വെളിച്ചം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെന്ന് കൽബിൽ തട്ടുമ്പോണ്ടാകുന്ന പരിവർത്തനങ്ങളും ബർക്കത്തുമാണ് ഈ കാണുന്നതും കേൾക്കുന്നതും. ഉമർ റളിയല്ലാഹു പറഞ്ഞു ഗവർണറോട്, ഇനിയിപ്പോ എന്താ ചെയ്യാ? അടിയൊക്കെ കഴിഞ്ഞുപോയി. ഗവർണറും ചോദിച്ചു, ഇനിയിപ്പോ എന്താ ചെയ്യാ? അടി ഏതായാലും കഴിഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇനിയിപ്പോ ചെയ്യാൻ പറ്റിയൊരു സംഗതിയുണ്ട്. അടി ഒരടി കഴിഞ്ഞെങ്കിൽ മറ്റൊരടിയാണ് നടക്കുക. ഗവർണർ ചോദിച്ചു, അത് തന്നെ, ഒരടി നടന്ന മാതിരി ഒരടിയും കൂടി നടക്കുക. ബദലുക്ക് ബദൽ, പകരത്തിന് പകരം, കണ്ണിന് കണ്ണ്, നീതിക്ക് നീതി,
അതെന്താണ് അമീറുൽ മുഅ്മിനീൻ? ഗവർണർ ഇറക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തായി പറയണത്? എന്നെ ഇവൻ അടിക്കുമെന്നോ? അതെ, എന്റെ കൽപ്പന അതാണ്. നിങ്ങൾ ഈ സഹോദരനെ എങ്ങനെ അടിച്ചുവോ അതേ കനത്തിൽ, അതേ ഗൗരവത്തിൽ ഈ സഹോദരൻ നിങ്ങളെ അടിക്കുന്നവരെ നീതി പൂർത്തീകരിക്കപ്പെടുകയില്ല. കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയാൽ അതുവരെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു മഹ്ശറയുടെ ദിനമുണ്ട്. ആ മഹ്ശറയെ ഭയപ്പെടാൻ പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കസേര, ആ ഖിലാഫത്തിന്റെ പ്രാതിനിധ്യത്തിന്റെ കസേര, അവിടെ ഇരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നീതി പുലരണമെങ്കിൽ അത് വേണം. ഗവർണർ വേർത്ത് കുളിച്ചിട്ട് നോക്കി, എന്താ നിങ്ങൾ ഈ പറയണത്? എന്റെ നാട്ടുകാരെങ്ങാനും ഇത് കേട്ടാൽ, ഞാൻ എൻ്റെ നാട്ടിലെ വലിയ തറവാട്ടിലും കുടുംബത്തിലും ജനിച്ച ആളാണ്, എന്നിട്ട് ഈ സാധാരണക്കാരൻ നീഗ്രോ എന്നെ അടിക്കേ? ഉമർ അള്ളാഹു പറഞ്ഞു, ഇസ്ലാം തിരിഞ്ഞിട്ടില്ലല്ലേ? തറവാടും കുടുംബവും തകർക്കാൻ വന്ന ആളാണ് ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരൊന്നാണ്, മേനി പറയണ്ട. വലിയ കുടുംബമില്ല, താണ കുടുംബമില്ല, പണക്കാരനില്ല, പണിക്കാരനില്ല, മേലാളനില്ല, കീഴാളനില്ല, ഉന്നത ജന്മമില്ല, അധമ ജന്മമില്ല, ഉത്കൃഷ്ടനില്ല, താഴ്ന്നവനില്ല, എല്ലാവരും സമന്മാർ. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ. ഏ മനുഷ്യരെ, നിങ്ങൾ ഒറ്റ തന്തക്കും തള്ളക്കും പിറന്നവരാണ്. ഏ മനുഷ്യരെ, നിങ്ങളൊരു ചീർപ്പിന്റെ പല്ല് പോലെയാണ്. ഒരു ചീർപ്പിന്റെ പല്ല് പോലെ, വ്യത്യാസമില്ല. ഒരു ചീർപ്പിന്റെ പല്ലുകൾ എങ്ങനെ സമം ഇണചേർന്ന് നിൽക്കുന്നുവോ അങ്ങനെ നിങ്ങൾ നിൽക്കണം. ഏ മനുഷ്യരെ, നിങ്ങളെല്ലാവരും കുല്ലുക്കും മിൻ ആദം, ആദമിൽ നിന്ന് വന്നവരാണ്. ആദമു മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്ന് വന്നവനാണ്. ആർക്കും ഒരു പ്രത്യേകതയില്ല. ഒരുത്തന് കറുപ്പെങ്കിൽ, ഒരുത്തന് വെളുപ്പെങ്കിൽ, ഒരുവൻ ഇന്ന ഭാഷയെങ്കിൽ, മറ്റവന് മറ്റൊരു ഭാഷയെങ്കിൽ, അതൊക്കെ തിരിച്ചറിയാനുള്ള ഉപാധികൾ മാത്രമാണ്. അതിന്റെ പേരിൽ മേനി പറയരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ചു. ഗവർണർ പറഞ്ഞു, ആലോചിക്കാൻ കുറച്ച് സമയം തരുമെന്ന് ചോദിച്ചു. അടിക്കണ മുമ്പ് ആലോചിക്കാൻ കുറച്ച് സമയം തരുമെന്ന് ചോദിച്ചു. എത്ര വേണം സമയം? ഖലീഫ ചോദിച്ചു. അടി നടക്കാൻ പോവാണ്, ഇയാൾ നിങ്ങൾ അടിക്കും, ആലോചിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി. ഞാനാണ് ഖലീഫെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കഴിയണോ? അടി ഫർളാണ്. റളിയല്ലാഹു അൻഹു പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി ഒന്ന് ആലോചിച്ചിട്ട് നാളെ വിവരം പറയാൻ പറഞ്ഞു. നല്ലോണം പോയിട്ട് ആലോചിച്ചോളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അടി കൊള്ളുമ്പോൾ ആലോചന മുൻകൂട്ടി എപ്പോഴും നല്ലതാ. നല്ലോണം പോയിട്ട് കിടക്കുമ്പോൾ ആലോചിച്ചോളൂ. ഗവർണർ പോയിട്ട് കിടന്നുറങ്ങി. ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഇടത്തോട്ട് ചെരിഞ്ഞു, വലത്തോട്ട് ചെരിഞ്ഞു. നാളെ സൂര്യൻ ഉദിച്ചാൽ ഒരു നാടനായ ഗ്രാമീണൻ, ഒരു നീഗ്രോവായ കറുത്തവൻ, ഒരു കാപ്പിരി, ആ കാപ്പിരിയുടെ പരിപരുത്ത കൈ തന്റെ ചുവന്ന മേനിയിൽ വന്ന് വീഴും. നല്ല വെളുത്തു ചുവന്ന മേനി, വലിയ കുടുംബത്തിൽ പിറന്ന രാജാവിന്റെ മകന്റെ മേനിയിൽ വന്ന് വീഴും. മെല്ലെ അയാൾ ഞെട്ടി ഉറക്കം വരാതെ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റിട്ട് അയാൾ തന്റെ വേലക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നേരം വെളുക്കാൻ കാത്തു നിന്നുകൂടാ, നേരം വെളുത്താൽ അടിയുണ്ടാകും. അതുകൊണ്ട് നീ മാത്രം എന്റെ കൂടെ വാ. ഹൈമയിൽ ആരെയും ഉണർത്തണ്ട. നമുക്ക് രാത്രിക്ക് രാത്രി ഈ ഉമറിന്റെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാം. അങ്ങനെ രണ്ട് കുതിരപ്പുറത്ത്, ഒരു കുതിരപ്പുറത്ത് ഗവർണറും മറ്റേ കുതിരപ്പുറത്ത് അയാളും കൂടി മൈലുകൾ, കിലോമീറ്ററുകൾ ഇടിമിന്നലിന്റെ വേഗത്തിലേക്ക് അവർ വന്ന രാജ്യത്തേക്ക് തിരിച്ചുപോയി. വന്ന രാജ്യത്തേക്ക് മാത്രമല്ല തിരിച്ചു പോയത്, വന്ന കുഫറിലേക്കും തിരിച്ചുപോയ അനുഭവമാണ് പിന്നീടുണ്ടായത്. ഉമറുല്ലാഹിനെ അത് യാതൊരു പ്രശ്നം തോന്നിയില്ല. പിറ്റേ നേരം വെളുത്തപ്പോൾ പറഞ്ഞു എല്ലാവരും അയാൾ പോയി എന്ന് പറഞ്ഞു. ഉമറുല്ലാഹിനെ ഉടനെ പറഞ്ഞ മറുപടി ഇതാണ്, അയാൾ ആഖിറത്തെ വിറ്റു, ദുനിയാവിനെ വിലക്കെടുത്തു എന്ന് പറഞ്ഞു. അയാൾ ആ പ്രതികാരത്തിന് നിന്നുകൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് ആഖിറം കിട്ടുമായിരുന്നു. അയാൾ അതിന് തയ്യാറില്ല. അയാളുടെ കുടുംബവും ജന്മവും പാരമ്പര്യവും തറവാടും പോയിക്കോട്ടെ, ആ തകർച്ചയിലേക്ക് തന്നെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കോടതിയിലേക്ക് ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോകേണ്ടി വന്നെന്ന് പറഞ്ഞ ആളുകൾ വിശ്വസിക്കോ? ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരാൾ കേസ് കൊടുത്തപ്പോ ജഡ്ജി വിളിപ്പിച്ചു, ഖലീഫയെ വിളിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന ഖലീഫയാണ്. ഖലീഫയ്ക്കെതിരെ ആവലാതി. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ജനാധിപത്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിന്റെ കൂടെ അല്ലാമ ഇക്ബാൽ പറഞ്ഞു, ജലാലേ ബാദ്ഷാഹി ഹോ
ജംഹൂരി തമാശാ ഹോ, ജലാലേ ബാദ്ഷാഹി ഹോ, രാജഭരണത്തിന്റെ ഗാംഭീര്യമാകട്ടെ, ജംഹൂരി തമാശാ ഹോ, ജനാധിപത്യത്തിന്റെ നാടകമാകട്ടെ. അഗർ ജുദാഹുദ്ദീൻ സിയാസത്ത് സേ, രാഷ്ട്രീയം മതത്തിൽ നിന്ന് അകന്നുപോയാൽ तो रह जाती है चंगेजी, പിന്നെ ബാക്കിയുണ്ടാവുക ചെങ്കിസ് ഖാന്റെ ആധിപത്യമാണ്. മൂല്യങ്ങളില്ല, തത്വങ്ങളില്ല, സത്യമില്ല, കണ്ടവന് കണ്ട മാതിരിയൊക്കെ പെരുമാറാം. അതുകൊണ്ട് രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ മതമൂല്യങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് ഡോക്ടർ സർ മുഹമ്മദ് ഇക്ബാൽ ആ 2 വരിയിൽ ചെങ്കിസ് ഖാന്റെ ആധിപത്യം മാതിരി ഉണ്ടാവും. രണ്ടും കണക്കാ. ജലാലേ ബാദ്ഷാഹി ഹോ, ഇക്ബാൽ ജനാധിപത്യത്തെ വിശേഷിപ്പിച്ചത് ജംഹൂരി തമാശാ ഹോ എന്നാണ്. ജനാധിപത്യത്തിന്റെ നാടകം. ജനാധിപത്യം ചിലപ്പോഴെങ്കിലും നാടകമാകാറുണ്ട് എന്നുള്ളത് ജനാധിപത്യത്തെ പഠിച്ചവർക്കറിയാം. നമ്മുടെ രാജ്യത്ത് പോലും പലപ്പോഴും അതങ്ങനെയാവാറുണ്ട്. നമ്മൾ എത്രയോ കണ്ടുകൊണ്ടിരിക്കുന്നു ജനാധിപത്യത്തിന്റെ പേരിൽ എത്രയെത്ര നാടകങ്ങൾ. ആ ജനാധിപത്യത്തിന് ഗുണങ്ങളുണ്ടെങ്കിലും ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളെ കുറിച്ചാണ്, അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. ആ ദോഷങ്ങളെ കുറിച്ചാണ് ഇക്ബാലി പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ മാതൃക ഓർക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ വിളിപ്പിച്ചു. ഖലീഫല്ല, ജഡ്ജി വിളിപ്പിച്ചു. ജഡ്ജി ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ ജഡ്ജി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല്, ജഡ്ജി രാജ്യം ഭരിക്കുന്ന ഖലീഫല്ലേ നടന്നു വരുന്നെന്ന് വിചാരിച്ചിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൊടുത്തു. രാജ്യം ഭരിക്കുന്ന ഖലീഫ വരില്ലേ, കോടതിയിലേക്ക് വരാൻ. ഉബയ്യ് ഇബ്നു കഅബാണ് ആവലാധികാരൻ, സെയ്ദ് ഇബ്നു സാബിത്താണ് ജഡ്ജി റളിയല്ലാഹു തആല അൻഹുമാ. ഉബയ്യ് ഇബ്നു കഅബ് അവിടെ നിൽക്കുന്നുണ്ട്, സെയ്ദ് ഇബ്നു സാബിത്ത് ജഡ്ജിയായിട്ട് കസേരയിൽ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് കടന്നു ചെല്ലാണ് ജഡ്ജി. ഇങ്ങോട്ട് ഖലീഫ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ജഡ്ജിയായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ ചുവന്നുപോയി. സെയ്ദ്, നിങ്ങൾ എന്താ ചെയ്തത്? അവിടെ ഇരിക്കുക, ഇവിടെ നിങ്ങൾ ജഡ്ജിയാണ്. ഞാൻ ജഡ്ജിയായ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രതി മാത്രമാണ്. ഞാനിവിടെ ഖലീഫ എന്ന് കരുതി എന്നെ ബഹുമാനിക്കരുത്. അവിടെ നിൽക്കുന്ന ഉബയ്യാണ് ആവലാധികാരൻ. ആ ഉബയ്യന് കൊടുക്കുന്ന ബഹുമാനമേ എനിക്കും തരാവൂ. ഒരിക്കലും ഖലീഫ എന്ന നിലക്ക് എന്നെ ബഹുമാനിച്ചു പോകരുത്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഞെട്ടിത്തെറിച്ചു പോയി. അങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ സത്യം വിശദീകരിച്ചു. ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് മദീനയിലെ മസ്ജിദിൽ ഒരു ദിവസം ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഖുതുബ പിന്നെ മതി, അതിനു മുമ്പ് ഒരു ചോദ്യത്തിന് മറുപടി പറയണം. ഉമറേ മറുപടി താ, ഖലീഫയെ മറുപടി താ, അമീറുൽ മുഅ്മിനീനെ മറുപടി താ. എന്താ പ്രശ്നം പറയൂ. അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ കുപ്പായത്തിന് എങ്ങനെയാ നീളം കൂടിയത്? ഇതാണ് വലിയ ചോദ്യം, അന്താരാഷ്ട്ര ചോദ്യം. കുപ്പായത്തിന് എങ്ങനെയാ നീളം കൂടിയത്? യുദ്ധത്തിന്റെ ഗനീമത്ത് മുതൽ ഓഹരി വെച്ചപ്പോ നിങ്ങൾ എല്ലാവർക്കും തുണി ഓഹരി വെച്ചു കൊടുത്തു. ഞങ്ങൾക്കും കിട്ടി, എനിക്കും കിട്ടി തുണി. എനിക്ക് കിട്ടിയ തുണി കൊണ്ട് ഞാനൊരു കുപ്പായം ഉണ്ടാക്കി. ഞാനുണ്ടാക്കിയ കുപ്പായത്തിന് ഇതാ ഇക്കാണുന്ന വലിപ്പമേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് അമീറുൽ മുഅ്മിനീന്റെ കുപ്പായത്തിന് വലിപ്പം കൂടിയത്? തുണി കൂടുതൽ കവർന്നെടുത്തോ? അന്യന്റെ ഹക്ക് കൊണ്ട് കുപ്പായം തുന്നിച്ചോ? അതിന് മറുപടി നൽകിയിട്ട് മതി അമീറുൽ മുഅ്മിനീനെ നിങ്ങളുടെ പ്രസംഗം. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ച മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സദസ്സിൽ എവിടെയെങ്കിലും എൻ്റെ മകനുണ്ടോ? മകനുണ്ടോ? അബ്ദുള്ള ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ മെല്ലെ തല ഉയർത്തി. ഖലീഫ പറയുകയാണ്, മോനെ മറുപടി കൊടുക്ക്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം മുഅ്മിനീങ്ങളെ, ബാപ്പാനെ ശങ്കിക്കല്ലേ, ബാപ്പാനെ സംശയിക്കല്ലേ. യുദ്ധത്തിന്റെ ഗനീമത്ത് മുതൽ ഓഹരി വെച്ചപ്പോൾ എല്ലാവർക്കും കിട്ടിയ ഓഹരി പോലെ ഖലീഫക്കും കിട്ടിയിട്ടുള്ളോ? പക്ഷേ നിങ്ങളെപ്പോലെ എനിക്കും ഒരു ഓഹരി കിട്ടി. എനിക്ക് കിട്ടിയ ഓഹരി ഞാൻ ബാപ്പാക്ക് കൊടുത്തു. രാജ്യം ഭരിക്കുന്ന ഖലീഫയല്ലേ, ഒരു നല്ല കുപ്പായമായിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഖലീഫക്ക് കൊടുത്ത തുണിയും കൂടി രണ്ടും കൂടി കൂട്ടിയിട്ട് കുപ്പായം തുന്നിയത് കൊണ്ടാണ് വലിപ്പമായതെന്ന് കേട്ടപ്പോൾ നേരത്തെ ചോദ്യം ചോദിച്ച മദീന മസ്ജിദിലെ സഹാബി പറയുകയാണ്, സദഖത സദഖത യാ അമീറൽ മുഅ്മിനീൻ,
ഞങ്ങളുടെ നേതാവേ, സത്യവാനേ സത്യവാനേ, നീതിമാനേ നീതിമാനേ, ഉമറേ ജയിക്കുക, നീതിയിലൂടെ ജയിക്കുക. ഇതറിയാൻ തന്നെയാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. അങ്ങയെ കൊണ്ട് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു, അങ്ങയെ പോലുള്ള ഒരു നീതിമാനും ഞങ്ങൾ അഭിമാനം കൊള്ളുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ സ്തുതിച്ചിരിക്കണം. ആ ഉന്നതമായ നീതിബോധം പരിചയപ്പെടുത്തിയ സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഈ ഉമറിനെ കുറിച്ച് പറഞ്ഞാൽ അധികമാകുമോ? ഈ ഉമറിന്റെ കഥകൾ പറഞ്ഞാൽ തീരുമോ? പ്രൊഫസർ ഫിലിപ്പ് കെ ഹിറ്റി, ലോക ചരിത്രകാരൻ, അദ്ദേഹം പറഞ്ഞു, ലളിത ജീവിതം നയിച്ച കർമ്മയോഗിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ലളിത ജീവിതം നയിച്ച കർമ്മയോഗി. ഖലീഫയായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഉപജീവനത്തിന് വഴിയുണ്ടായിരുന്നു. അത് വ്യാപാരമായിരുന്നു. കച്ചവടം കൊണ്ട് കിട്ടുന്നത് കൊണ്ടാണ് കുടുംബം കഴിഞ്ഞത്. അതായിരുന്നു ആരാ പറയണത്? പ്രൊഫസർ ഫിലിപ്പ് കെ ഹിറ്റി. ഒറ്റ കുപ്പായം കൊണ്ടാണ് ഖലീഫ ഒരുപാട് ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയതെന്ന് അമേരിക്കക്കാരനായ പ്രൊഫസർ ഫിലിപ്പ് കെ ഹിറ്റി ദ ഹിസ്റ്ററി ഓഫ് ദി അറബ്സ് എന്ന പുസ്തകത്തിൽ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണ്. ജസ്റ്റിസ് അമീർ അലി തന്റെ പ്രസിദ്ധമായ ചരിത്ര പുസ്തകത്തിൽ പറയുകയാണ്, ശക്തനെങ്കിലും നീതിമാനായിരുന്നു ഉമർ. ഉമറിന്റെ നിര്യാണം മുസ്ലിം ലോകത്തിനേറ്റ കനത്ത ആഘാതമായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോയ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ഡ്രസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടുത്തെ ക്രൈസ്തവ പാതിരി, ക്രൈസ്തവ പണ്ഡിതൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു കുപ്പായം സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു, യാത്ര ചെയ്ത് വളരെ അകലെ നിന്ന് വന്നതല്ലേ, ഈ ഒരു കുപ്പായം കൂടി സ്വീകരിച്ചാലും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് ക്രൈസ്തവ സമുദായത്തിന്റെ സമ്മാനമാണ്. ഇതാ ഒരു കുപ്പായം, ഇതാ ഒരു കുപ്പായം സ്വീകരിച്ചാലും. ഉമർ റളിയല്ലാഹു അൻഹു അത് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കുപ്പായം ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ സമ്മാനത്തിന് നന്ദി, പക്ഷേ വിയർപ്പ് വലിച്ചു കുടിക്കാൻ എന്റെ കുപ്പായം തന്നെയാണ് നല്ലതെന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചാലും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി സമ്മാനം തിരിച്ചേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ആ കോട്ടൺ കുപ്പായം തന്നെ എനിക്ക് നല്ലതെന്ന് റസൂലുള്ളാഹിന്റെ പ്രതിനിധി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ അവസരത്തിൽ ആ ക്രൈസ്തവ പണ്ഡിതനോട് പറഞ്ഞു. ഫലസ്തീനിലേക്ക് പോയ യാത്രയെക്കുറിച്ച് ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ആ യാത്ര? ആ യാത്ര അത്ഭുതകരമായ യാത്രയാണ്. ഒരൊറ്റ ഒട്ടകയുള്ള യാത്ര ചെയ്ത് പോകാൻ ഖലീഫ പോവാൻ, ഫലസ്തീനിലേക്ക് പോവാൻ. എന്തിനാ പോണത്? ആ നഗരങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾ കീഴടക്കി. അപ്പൊ ബൈത്തുൽ മുഖദ്ദസ് അന്നൊക്കെ നഗരത്തിന് കോട്ട ഉണ്ടാവും. നഗരത്തിന് കോട്ടയാണ്, അതിനൊരു താക്കോലുണ്ടാവും. ഇന്നത്തെ മാതിരിയല്ല, നഗരം ശത്രുക്കളുടെ ആക്രമണത്തിന് രക്ഷപ്പെടാൻ ചുറ്റുവട്ടത്തും കോട്ട കെട്ടും. നമ്മുടെ നാട്ടിലും അങ്ങനെ ആയിരുന്നല്ലോ, കോഴിക്കോട്ടെ കോട്ട, ചാലിയത്തെ കോട്ട, അതൊക്കെ അങ്ങനെയായിരുന്നു. ഈ കോട്ടയ്ക്ക് വാതിലുണ്ടാവും, താക്കോലുണ്ടാവും. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന നഗരത്തിന് കോട്ടയുണ്ട്, അതിന് താക്കോലുണ്ട്. ഈ താക്കോല് മുസ്ലിങ്ങൾക്ക് അവിടുത്തെ രാജാവ് കൈമാറുന്ന സമയം വന്നപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ ഖലീഫ നേരിട്ട് വന്ന് സ്വീകരിച്ചാലേ ഞാൻ താക്കോല് തരുള്ളൂ. എൻ്റെ ഒരു ആഗ്രഹമാണ്, നിങ്ങളെ കയ്യിലും തരാൻ ഉദ്ദേശമല്ല, ഉമർ വരട്ടെ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു താക്കോല് വാങ്ങാൻ വേണ്ടി മദീനത്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. നോക്കുമ്പോ രാജ്യം ഭരിക്കുന്ന വലിയ ഖലീഫയാണ്. അവിടെ കൊടിയും തോരണങ്ങളും സ്വീകരണമാണ്. ക്രൈസ്തവ നേതാക്കന്മാര് കാത്തിരിക്കുകയാണ്. പക്ഷേ എന്ത് പറഞ്ഞിട്ടെന്താ, പോകാൻ ഒരൊറ്റ വാഹനമേ ഉള്ളൂ, കൂടെ ഒരു അടിമയുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? പുറപ്പെടാൻ നേരത്ത് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അടിമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങള്, നമുക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു അഗ്രിമെന്റിൽ എത്താം. അടിമ പറഞ്ഞു, എന്താ വേണ്ടത് അമീറുൽ മുഅ്മിനീൻ, എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്തിനും തയ്യാർ. തയ്യാറ്. ഒരു വാഹനമേ ഉള്ളൂ, പകുതി സമയം ഞാൻ കയറും, അപ്പൊ നീ നടക്കുക. പിന്നെ പകുതി നീ കയറണം, അപ്പൊ ഞാൻ നടക്കുക. അത്രയും സമയം ഈ ഭൃത്യൻ സമ്മതിച്ചില്ല. നിങ്ങൾ ഒട്ടകപ്പുറത്ത് കയറണം, മുഴുവൻ സമയവും കയറണം, ഞാനതിന്റെ മൂക്ക് കയറി പിടിച്ച് നടന്നുകൊള്ളാം. അധികം പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു. ആ പഴയ പരുക്കൻ സ്വഭാവം, പറഞ്ഞത് കേട്ടില്ലേ, അങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി. പകുതി ഞാൻ വാഹനപ്പുറത്ത്, പകുതി നീ വാഹനപ്പുറത്ത്. അങ്ങനെ സമ്മതിച്ച് യാത്ര പുറപ്പെട്ട് രണ്ടാളും കൂടി യാത്ര പോവുകയാണ്. യാത്ര പോയി അതാ ഫലസ്തീനിൽ സ്വീകരണമാണ്. താക്കോല് വാങ്ങാൻ ഉമർ വരികയാണ്.
പേർഷ്യൻ സാമ്രാജ്യത്തെ തകർത്ത് കളയാൻ കഴിഞ്ഞ വില്ലാളി വീരൻ കടന്നു വരികയാണ്. കിഴക്കിനെ വിറകൊള്ളിച്ച പുലിക്കുട്ടി കടന്നു വരികയാണ്. പടിഞ്ഞാറിനെ തകർത്ത് കളഞ്ഞ വീരവ്യാഘ്രം കടന്നു വരികയാണ്. വലിയ സ്വീകരണങ്ങൾ ദൂരെ നിന്നതാ ആളുകൾ കാണുകയാണ്, രാജാവ് കാണുകയാണ്. ഒരൊറ്റ ഒട്ടകം, കൂടെ അംഗരക്ഷകന്മാരില്ല, പട്ടാളമില്ല, സേനയില്ല, കാവൽക്കാരില്ല. ഒറ്റ ഒട്ടകം, കുതിര. ആ ഒട്ടകപ്പുറത്തൊരാളുണ്ട്. ഒട്ടകപ്പുറത്തുള്ള ആൾ ഇങ്ങനെ അടുത്തടുത്ത് കൊണ്ട് വന്നപ്പോ എല്ലാവരും ഒട്ടകപ്പുറത്തുള്ള ആളെ നോക്കി. അതാ ഉമർ, അതായിരിക്കും ഉമർ. നോക്കുമ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. അവിടെയുള്ള സഹാബികൾ തെറ്റിതിരുത്തി, അതല്ല ഉമർ, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. മുമ്പിൽ മൂക്ക് കയറി പിടിച്ച് നടക്കുന്ന ആളെ കണ്ടോ? അതാണ് ഞങ്ങളുടെ ഉമർ, അതാണ് ഞങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ, അതാണ് ഞങ്ങളുടെ ഖലീഫ, അതാണ് ഞങ്ങളുടെ നേതാവ്, അതാണ് ഞങ്ങളെ പേർഷ്യനെ വെട്ടിപ്പിടിക്കാൻ പഠിപ്പിച്ചത്, അതാണ് ഞങ്ങളെ സത്യത്തിന്റെ കവാടങ്ങൾ കടത്തിപ്പിച്ചത്. ആ മഹാനായ നായകനാണ് ഞങ്ങളെ ഈ വിപ്ലവത്തിന് ഒരുക്കിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ ഈ കഥ? ഇതാണോ നിങ്ങളുടെ ഖലീഫ? ആരാണ് പിന്നെ ഒട്ടകപ്പുറത്ത്? അത് പിന്നെ ആരാണ്? നിങ്ങളുടെ രാജ്യത്ത് ഖലീഫയുടെ മുകളിൽ പിന്നെ ഒരു ഖലീഫയുണ്ടോ? നേതാവിന്റെ മുകളിൽ ഉമ്മണി വലിയ മറ്റൊരു നേതാവുണ്ടോ? ലോകത്തിന് കേട്ട് കേൾവിയില്ലാത്ത ആ അത്ഭുതമത ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ലോകം ഞെട്ടി, കാലം അത്ഭുതപ്പെട്ടു. ഖലീഫ ഉമറുൽ ഫാറൂഖ് ഈ ഉമറിനെ ഇസ്ലാമിലേക്ക് കിട്ടാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത്. ഉമർ ദീനിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലാഹുമ്മ അഇസ്സനാ ബിഉമർ ഇബ്നുൽ ഖത്താബ്, പടച്ചോനെ ഞങ്ങൾക്ക് ഉമറിനെ കൊണ്ട് ഇസ്സത്ത് തരണേ, ഒന്നിങ്ങോട്ട് കൂട്ടിത്തരണേ. ആ ജാഹിലിയത്തിൽ നടക്കുന്ന ഉമറിനെ ഒന്ന് ഈ ദീനിലേക്ക് ചേർത്തുതാ. എന്നിട്ട് അല്ലാഹുവേ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ എന്ന് മറ്റൊരു റിവായത്തിൽ ബി ഉമർ ഇബ്നുൽ ഖത്താബ്, അല്ലാഹുവേ ദീനിനെ ശക്തിപ്പെടുത്തണേ ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊണ്ട് ഈ മുത്തിന് ദീനിന് ആവശ്യമാണെന്ന് മുത്തിന്റെ നായകൻ കണ്ടറിഞ്ഞു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അവിടെ വെച്ച് മറ്റൊരു സംഭവം ഉണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവിനെ നിസ്കരിക്കേണ്ട സമയമായി. അപ്പൊ ക്രൈസ്തവ രാജാവിന്റെ കൂടെ രണ്ടാളും കൂടി ഇങ്ങനെ ലാത്തായിരുന്നു. ലാത്തുന്നതിനിടയിൽ ക്രൈസ്തവ ചർച്ചിന്റെ മുമ്പിലെത്തി. നിസ്കരിക്കേണ്ട സമയമായി. കുരിശടയാളമുള്ള വലിയ ചർച്ചിന്റെ മുറ്റത്താ രണ്ടാളും വർത്താനം പറഞ്ഞിങ്ങനെ നടക്കുക. നിസ്കരിക്കേണ്ട സമയമായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിസ്കരിക്കണം, പ്രാർത്ഥിക്കണം. ക്രൈസ്തവ രാജാവ് ചോദിച്ചു, ഇതാ ഇവിടെ തന്നെ പ്രാർത്ഥിച്ചോളൂ, ഈ ചർച്ചിന്റെ മുറ്റത്ത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രാർത്ഥിക്കുന്നതിന് വിരോധമില്ല, എനിക്കിവിടെ പ്രാർത്ഥിക്കാൻ ഇഷ്ടമേ ഉള്ളൂ. നിങ്ങളുടെ ആ സ്നേഹം നിറഞ്ഞ ക്ഷണത്തിന് നന്ദി. പക്ഷേ എനിക്കൊരു ഭയമുണ്ട്. ഞാനിവിടെ പ്രാർത്ഥിച്ചാൽ നാളെ എൻ്റെ അനുയായികളായ മുസ്ലിമീങ്ങൾ ഈ സ്ഥലത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുമോ എന്ന് ഞാൻ ആശങ്കിക്കുകയാണ്. ഞങ്ങളുടെ ഉമർ നിസ്കരിച്ച സ്ഥലമാണ് ഇത്, ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ അയോധ്യ ആരാധനാലയത്തിന്റെ പേരിൽ ചോരക്കറകൾ തീർക്കുന്ന സംഭവ വികാസങ്ങളെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അന്യന്റെ ആരാധനാലയം പിടിച്ചു വെച്ചിട്ട് അത് തകർത്ത് കളയുന്ന ഏറ്റവും വലിയ വൈരം അതരുതേ എന്ന് ഉമർ പഠിപ്പിച്ചു. എനിക്കിവിടെ നിസ്കരിക്കാം, പക്ഷെ ഇതിന്റെ പേരിൽ അവകാശവാദം നാളുണ്ടാവരുത്. ദീർഘദർശി, മുന്നോട്ട് നോക്കാൻ കഴിയുന്ന ദീർഘദർശി, കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ദീർഘദർശി, ക്രാന്തദർശി, ഉൾക്കാഴ്ചയുടെ ഉടമ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. എത്രയെത്ര അഭിമാനകരമായ സംഭവങ്ങളെ കൊണ്ട് ആ ജീവിതം നിറഞ്ഞു കിടക്കുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് അംബാസഡർ പോകാനൊരുങ്ങാണ്, റോമൻ സാമ്രാജ്യത്തിന്റെ അംബാസഡർ. അപ്പൊ അംബാസഡർ ആരായിരിക്കണം എന്ന് കുറെ ദിവസം പ്രധാനമന്ത്രിയും രാജാവും എല്ലാവരും കൂടി ആലോചിച്ചു, ആരാ ഉമറിന്റെ അടുക്കലേക്ക് അയക്കേണ്ടത്. പലർക്കും ആശ ഉണ്ടായിരുന്നു, എനിക്ക് പോകണം. അവസാനം രാജാവ് ഒരാളെ സെലക്ട് ചെയ്തു, നിങ്ങൾ പോവാ. പിന്നെ ചർച്ച ചെയ്തു ആരൊക്കെ കൂടെ പോണം. അപ്പോ വലിയൊരു പട്ടാള സംഘം, അംഗരക്ഷകന്മാർ, കാവൽക്കാർ, എല്ലാവിധ സംഗീതത്തിന്റെ വാദ്യമേളങ്ങൾ. മദീനയിലേക്ക് പോവാണ് ഉമറിനെ കാണാൻ. ഉമറിന്റേക്കുള്ള റോമൻ സാമ്രാജ്യത്തിന്റെ സകല ഭാവഗരിമയും അതിന്റെ ഗാംഭീര്യവും അതിന്റെ അന്തസ്സും യശസ്സും
അതിന്റെ അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം ആ പോക്ക് എന്ന് തീരുമാനിച്ചുറച്ചു. പിന്നെയോ എന്നിട്ടും തീർന്നില്ല. ഏത് കുപ്പായ അംബാസഡർ ഇടേണ്ടതെന്നായി അടുത്ത ചർച്ച. ഉമറിനെ കാണാൻ പോകുമ്പോ ഏത് കുപ്പായം? ചിലർ പറഞ്ഞു സ്വർണ്ണ കുപ്പായ ആയിക്കോട്ടെ, ചിലർ പറഞ്ഞു സ്വർണമായാ പറ്റൂല, പട്ടായിക്കോട്ടെ, ചിലർ പറഞ്ഞു സ്വർണവും പട്ടും കൂടി ചേർന്ന കുപ്പായമായിക്കൊള്ളട്ടെ, പട്ടിന്റെ കുപ്പായത്തിന് സ്വർണത്തിന്റെ നൂലായിക്കൊള്ളട്ടെ. അങ്ങനെ പുറപ്പെട്ടു. അതാ വലിയ സേന പുറപ്പെട്ടിരിക്കുകയാണ് മദീന നാട്ടിലേക്ക് മുഹമ്മദ് മുസ്തഫാന്റെ പ്രതിനിധിയെ കാണാൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമയെ കാണാൻ പുറപ്പെടുകയാണ്. പുറപ്പെട്ടിട്ടോ എല്ലാവരും അവിടെ എത്തി. മദീനയിൽ തമ്പടിച്ചു. തമ്പടിച്ചപ്പോ അംബാസഡർക്ക് അറിയേണ്ട സംഗതി എന്തെന്നറിയുമോ? എവിടെയാണ് ഉമറിന്റെ കൊട്ടാരം? കാണാൻ വന്നത് ഉമറിനെയാണ്. പട്ടുക്കുപ്പായം അണിഞ്ഞത് ഉമറിനെ കാണാനാണ്. ഉമറിന്റെ കൊട്ടാരം എവിടെ? ഉമറിന്റെ കൊട്ടാരം എവിടെ? ഉമറിന്റെ കൊട്ടാരം എവിടെ? ചോദിച്ചു ചോദിച്ചു തളർന്നു. അങ്ങനെ അവസാനമതാ ഒരാൾ മരുഭൂമിയിൽ കിടന്നുറങ്ങാൻ. ഇയാളോട് ചോദിക്കാന്ന് വിചാരിച്ചു. മരുഭൂമിയിൽ കിടന്നുറങ്ങുന്ന, ചമ്മട്ടി തലക്ക് വെച്ച് കിടന്നുറങ്ങുന്ന ഒരു അറബിയുണ്ട്. ആ അറബിയെ വിളിച്ചുണർത്തിയിട്ട് അംബാസഡറുടെ കൂടെയുള്ള ഒരു പട്ടാളക്കാരൻ ചോദിച്ചു, എണീക്ക്, എവിടെ നിങ്ങളുടെ ഖലീഫയുടെ കൊട്ടാരം? ഉറക്കച്ചടവെന്ന് എണീറ്റ ആള് പറഞ്ഞു, ഖലീഫയുടെ കൊട്ടാരമോ? അതേ, ഖലീഫയുടെ കൊട്ടാരം, രാജ്യം ഭരിക്കുന്ന ഖലീഫയുടെ കൊട്ടാരം, ഞങ്ങളുടെ റോമാ സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച ഉമറിന്റെ കൊട്ടാരം, പേർഷ്യൻ കൊടിയെടുത്ത് പിച്ചു ചീന്തി വലിച്ചെറിഞ്ഞ ഉമറുൽ ഫാറൂഖിന്റെ കൊട്ടാരം, ശക്തിമാന്റെ കൊട്ടാരം, നീതിമാന്റെ കൊട്ടാരം, ലോകനായകന്റെ കൊട്ടാരം, ലോകത്തിന് നീതി പഠിപ്പിക്കാൻ വന്ന ഉമറിന്റെ കൊട്ടാരം എവിടെ? പിന്നെയും ചോദിച്ചു ഉറക്കച്ചടവോടെ, ഉറങ്ങുന്ന ആള് ഉമറിന്റെ കൊട്ടാരമോ? അപ്പൊ വന്നവർ വിചാരിച്ചു പോലെ കളിയൊക്കെ. അവര് ചോദിച്ചു, എന്താ മനുഷ്യ ചോദിച്ചത് കേട്ടില്ലേ? ഇത് സാധാരണക്കാരല്ല, ഈ വന്ന് നിൽക്കുന്നത് അംബാസഡറാണ്. അംബാസഡറുടെ കൂടെയുള്ളത് അംഗരക്ഷകരുടെ സേനയാണ്. പറഞ്ഞാ മനസ്സിലാവൂലേ? വേഗം പറ. ഉമർ ആ മരുഭൂമിയിൽ ചമ്മട്ടി തലക്ക് വെച്ച് കിടന്നുറങ്ങുന്ന ആ സാധാരണക്കാരനായ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങൾ തിരയുന്ന ഉമർ ഞാനാണ്. എനിക്ക് കൊട്ടാരമില്ല, എനിക്ക് അങ്ങനെയുള്ള ഒരു വാസസ്ഥാനമില്ല. എനിക്ക് ഈ മദീനയിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സേവകനാണ്. പാർക്കാനൊരു കുടിലുണ്ട്. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതിയെങ്കിൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് സ്വീകരിക്കാം, നിങ്ങളെ അങ്ങോട്ട് സ്വീകരിക്കാം. അംബാസഡറും കൂട്ടരും വന്ദിച്ചു നിന്ന് പോയി. മരുഭൂമിയിൽ ഇതാ കിടക്കണ മനുഷ്യൻ ചമ്മട്ടിയാണ്. തലയിണ പോലും തലക്ക് വെച്ചിട്ടില്ല. ശരീരത്തിലെ മുടിയിലൊക്കെ അതാ മണലാരണ്യത്തിലെ മണൽ തരികൾ പാറിക്കിടക്കുകയാണ്, ചതറിക്കിടക്കുകയാണ്. ഈ മനുഷ്യനെ കാണാനാണോ പട്ടിന്റെ കുപ്പായമാണോ സ്വർണത്തിന്റെ കുപ്പായമാണോ എന്ന് തർക്കിച്ചത്? ഈ മനുഷ്യനെ കാണാനാണോ ഞങ്ങള് ആയുധങ്ങളെ കുറിച്ച്, കൂടെ വരേണ്ടവരെ കുറിച്ച് തർക്കിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അത്ഭുതം. ആരാണ് ഉമറിനെ ഈ അവസ്ഥയിലാക്കിയെന്ന് പിന്നെയും ചിന്തിക്കുന്നു. നബി സിദ്ദീഖ് ഫാറൂഖ് വഗനി വഹൈദർ ഭി, നബി സിദ്ദീഖ് ഫാറൂഖ് വഗനി ഹൈദർ സബീ തോ ഹേ. നബിയെ, ഫാറൂഖും നിങ്ങളാണ്, സിദ്ദീഖും നിങ്ങളാണ്, ഉസ്മാനും നിങ്ങളാണ്, അലിയായ ഹൈദറും നിങ്ങളാണ്. ന ദേഖാ ഹോ തോ ദേഖ് ആവോ കഭി ഉസ് ഷഹർ ഖുബാം കോ. ഈ എല്ലാവരെയും കാണാൻ വേണ്ടി നിനക്ക് ഇന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കടന്നുവാ, മദീനയുടെ നഗരിയിലേക്ക് കടന്നുവാ. അവിടെ എല്ലാവരുമുണ്ട്. അവിടെ റൗദയുണ്ട്. റൗദയിൽ പുണ്യപൂമാനുണ്ട്. അതിന്റെ ഒരു ഭാഗത്ത് കിടക്കുന്നത് അബൂബക്കറാണെങ്കിൽ അവിടെ തന്നെ കിടക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ജീവിക്കുമ്പോൾ ഇടത്തും വലത്തും ജീവിച്ചവർ വഫാത്തിന്റെ ശേഷം പുണ്യ റസൂലിന്റെ അടുത്ത് തന്നെ നിദ്ര കൊള്ളുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് വലിയ മോഹമുണ്ടായിരുന്നു. നിര്യാണാനന്തരം ഖബറടക്കം ചെയ്യപ്പെടുന്ന സമയത്ത് റൗദയുടെ അടുത്തൊരു 6 അടി മണ്ണ് കിട്ടാൻ, റൗദാ ശരീഫിന്റെ അടുത്ത് 6 അടി മണ്ണ് കിട്ടാൻ. പക്ഷെ ആയിഷ ബീവിയുടെ സ്വത്താണ്, അധികാരത്തോടെ പറയാൻ പറ്റൂല. അമ്പിയാക്കൾ എവിടെയാണോ വഫാത്താകുന്നത് അവിടെ തന്നെയാണ് ഖബറടക്കം. അമ്പിയാക്കൾക്ക് വേറൊരു സ്ഥലത്തേക്ക് ശരീരം കൊണ്ടുപോകുന്ന പണിയില്ല.
അതുകൊണ്ട് ആയിഷ ബീവിയുടെ മടിയിൽ കിടന്നിട്ട് ആയിഷ ബീവിയുടെ വീട്ടിൽ വഫാത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമയെ ആ ആയിഷ ബീവിയുടെ വീട്ടിൽ തന്നെ ആ പുണ്യമാക്കപ്പെട്ട ശരീരം, ലോകത്തിന്റെ ഏറ്റവും വിലപ്പെട്ട നിധിയായ ശരീരം അവിടെ തന്നെ ഖബറടക്കം ചെയ്തു, അവിടെ തന്നെ അടക്കം ചെയ്തു. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിന് പിന്നെ അവിടെ സീറ്റ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. മകളെ തൊടിയല്ലേ, മകളെ സ്ഥലത്ത് ആയിഷ ബീവി വാപ്പാനെ കിടത്തി റസൂലിന്റെ അടുത്തേക്ക്, വാപ്പാന്റെ അടുത്തേക്ക് കിടത്തി. ഉമർ റളിയല്ലാഹു അൻഹു വലിയ മോഹം ഉണ്ടായിരുന്നു അവിടത്തെ സീറ്റ് കിട്ടാൻ. പക്ഷെ അതെങ്ങനെ ചോദിക്കുക, ആരോടാ ചോദിക്കുക? ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാകാൻ പോണതിന് തൊട്ട് മുമ്പ്, ഷഹീദായതിന്റെ തൊട്ട് പിറകെ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് തന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ അയച്ചു ആയിഷ ബീവിയുടെ അടുക്കലേക്ക്. വഫാത്ത് ഉറപ്പായ സന്ദർഭമാണ്. മോനെ പോയിട്ട് ചോദിച്ചു വാ. ഉമ്മുൽ മുഅ്മിനീനായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു വാ, നിന്റെ ബാപ്പാക്ക് 6 അടി മണ്ണ് ഹബീബായ നബിയുടെ റൗളയുടെ അരികത്ത് അനുവദിക്കുമോ? ആയിഷ ബീവി അനുവദിച്ചു. മകൻ വന്ന് വിവരം പറഞ്ഞു. എന്നിട്ടും തൃപ്തിപ്പെടാതെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സന്തോഷമായി, പക്ഷെ ഒരു കണ്ടീഷനും കൂടിയുണ്ട്. എന്റെ ശരീരം നിങ്ങൾ കൊണ്ടുപോയിട്ട് ഖബറടക്കം ചെയ്യുന്നതിന് മുമ്പ് ആ വീടിന്റെ പുറത്ത് വെക്കണം. ആയിഷ ബീവിയുടെ വീടിന്റെ പുറത്ത് വെച്ചിട്ടൊന്നും കൂടി ചോദിക്കണം, ഉമ്മുൽ മുഅ്മിനീൻ, ഈ വന്നിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ എളിയദാസനായ ഉമറാണ്. ആ ഉമറിന്റെ ശരീരമാണ്. ആ റസൂലിന്റെ അടുക്ക കിടത്തിക്കൊള്ളട്ടെയോ, അവിടെ തന്നെ ഖബറടക്കം ചെയ്തു കൊള്ളട്ടെയോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് അകത്തുനിന്ന് മറുപടി കിട്ടിയാലേ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ കിടത്താവൂ എന്ന് പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടതോഴനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയേണ്ട താമസം മകന് ഏറ്റു. അവരങ്ങനെ തന്നെ ചെയ്തു. അതാ പുണ്യമാക്കപ്പെട്ട ശരീരം കൊണ്ടുവന്ന് കടത്തിയിട്ട് പുറത്തിറക്കി വെച്ചിട്ട് ചോദിച്ചു, ഇതാ വന്നിരിക്കണേ. അകത്തുനിന്ന് മുഴങ്ങി മേലെ പതുങ്ങിയ സ്വരം, പണ്ഡിതയുടെ സ്വരം, കവയത്രിയുടെ സ്വരം, പുണ്യ റസൂലിന്റെ മേനിയുടെ കൂടെ കിടന്ന ആയിഷ ബീവിയുടെ സ്വരം, പുണ്യ റസൂലിന്റെ വചനങ്ങളെ ഏറ്റെടുത്ത ആയിഷയുടെ സ്വരം, പുണ്യ റസൂലിന്റെ രാവും പകലും കണ്ട ആയിഷയുടെ സ്വരം, പുണ്യ റസൂലിന്റെ നാണം കണ്ട ആയിഷയുടെ സ്വരം. അള്ളാഹുവിന്റെ റസൂല് എത്ര വലിയ നാണം കുണുങ്ങിയായിരുന്നോ. മറ്റൊരു ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ കിടക്കാൻ വന്നാൽ ഉടനെ തല താഴ്ത്തിയിട്ടങ്ങ് കിടന്നു കളയും, പിന്നെ ഞങ്ങളെ അധികം നോക്കൂല, സ്വന്തം ശരീരത്തിലേക്ക് നോക്കൂല. കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് തമ്മിൽ ബന്ധപ്പെട്ടപ്പോഴെപ്പോഴെങ്കിലും ശരീരത്തിലേക്ക് നോക്കിയിട്ടില്ല, ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് നോക്കിയിട്ടില്ല. ഇത്ര വലിയ ഒരു നാണം കുണുങ്ങിയുണ്ടോ? തല താഴ്ത്തിയിട്ടങ്ങ് കണ്ണടക്കുന്ന നാണം കുണുങ്ങി. അതായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെന്ന് മറ്റൊരു സഹധർമ്മിണിയായ ഉമ്മുൽ മുഅ്മിനീൻ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞ ആ പുണ്യമേനിയുടെ സുഗന്ധമറിഞ്ഞ ആയിഷ, അങ്ങെത്ര ഭാഗ്യവതി ആയിഷ, അങ്ങെത്ര പുണ്യം ചെയ്തോര് ആയിഷ, അങ്ങെത്ര വലിയ മഹത്വമുള്ള ആയിഷ, അങ്ങയുടെ കാലിന്റെ അടിയിലെ മന്ദരികൾ ഞങ്ങൾക്ക് നൽകുമോ ആയിഷ? ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ അങ്ങയോടൊപ്പം കഴിയാൻ അല്ലാഹുവോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഉമ്മുൽ മുഅ്മിനീനായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവിയോടായിരുന്നില്ലയോ പുണ്യ റസൂലിന് ഏറ്റവും വലിയ ഇഷ്ടം? അബൂബക്കർ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. അതിന് ഏറ്റവും വലിയ കാരണം അബൂബക്കർ തന്റെ മകളെ എനിക്ക് കെട്ടിച്ചു തന്നതാണ്. വെറും 9-ാമത്തെ വയസ്സിൽ കന്യകയായ സമയത്ത് എന്റെ വീട്ടിലേക്ക് തന്റെ മകളായ സുന്ദരിയായ ആയിഷയെ പറഞ്ഞയച്ച അബൂബക്കർ സിദ്ദീഖ് മറ്റു കാരണങ്ങളോടൊപ്പം ഇക്കാരണം കൊണ്ടും എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം. നബിയുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും കണ്ടറിയാൻ ഭാഗ്യമുണ്ടായ ആയിഷ, ലോഹ്യവും അലോഹ്യവും കണ്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ
യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ മാല പോയത് സ്വാഭാവികം, മാല തിരയാൻ ആളെയാക്കുന്നതും സ്വാഭാവികം. അപ്രകാരം വേറെയും സംഭവങ്ങൾ സ്വാഭാവികം. ആയിഷ ബീവി കാത്തിരുന്നതും സ്വാഭാവികം. റസൂലിന്റെ പിന്നാലെ ഒട്ടക സംഘത്തിന്റെ പിന്നാലെ ഒറ്റപ്പെട്ടു പോയതും സ്വാഭാവികം. ഒറ്റപ്പെട്ടു പോയിട്ട് നബിയും കൂട്ടരും പോയപ്പോൾ ഈ തപ്പനയുടെ ചുവട്ടിലിരുന്ന് ഞാനിനി എങ്ങനെ വീട്ടിലെത്തുമെന്ന് പറഞ്ഞ് ആയിഷ ബീവി കരഞ്ഞിരുന്നതും സ്വാഭാവികം. മൂവന്തി നേരമായതും സ്വാഭാവികം. ഇരുട്ട് മൂടിയതും സ്വാഭാവികം. പുണ്യ റസൂല് മദീനത്തേക്ക് കുതിച്ചുപോയി, കൂടെ സഹാബത്തും കുതിച്ചുപോയി. ലോകനായകൻ വിട പറഞ്ഞു, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പോയി മറഞ്ഞു. ആയിഷ ഇരുട്ടത്തെ ഈ തപ്പനയോലയുടെ ചുവട്ടിലതാ ഒറ്റക്കാകാൻ പോകുന്ന നേരത്ത് യുദ്ധത്തിന് പോയ സംഘം പോയതിന്റെ പിറകെ അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് പിന്നിന് വല്ലതും ഉപേക്ഷിച്ചു പോയിട്ടുണ്ടോ എന്നറിയാൻ തിരയാൻ നടക്കുന്ന ഒടുക്കത്തെ സഹാബി, വല്ലതും കൈമോശം വന്നോ എന്നറിയാൻ, വല്ല മുതലും നഷ്ടപ്പെട്ടോ എന്നറിയാൻ, അത് പെറുക്കിയെടുക്കാൻ വേണ്ടി പിന്നാലെ വരുന്ന സഹാബി അതാ കുതിര ഓടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. കുതിര ഓടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. റസൂല് പോയി, സഹാബത്ത് പോയി. ആരുമില്ലാതെ ഒറ്റക്ക് മരുഭൂമിയിൽ ഏകാന്തയായിരിക്കുന്ന ആയിഷയുടെ അടുക്കലേക്ക് സഹാബിയെത്തു. ഉടൻ തന്നെ അത് ആയിഷ ബീവി, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി എന്നറിയേണ്ട താമസം. സഹാബി പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമ്മുൽ മുഅ്മിനീനെ, എന്താണ് ഈ കാണുന്നത്? എന്ത് പറ്റി? കയറുക, കയറുക, അങ്ങനെ ഞാൻ മദീനത്തെത്തിക്കാം. കയറുക വാഹനത്തിൽ. അങ്ങനെ അതാ രണ്ടുപേര് മദീനത്തെത്തി. ഒന്ന് തൊട്ടില്ല, ഒന്ന് ഉരുമ്മിയില്ല, ഒരു വാക്ക് മുറിയാടിയില്ല. പടച്ചവനെ പേടിച്ച് റസൂലുള്ളാഹിന്റെ പത്നി മദീനത്തണഞ്ഞു. പക്ഷേ കാട്ടുതീ പോലെ വാർത്ത പരന്നു. അപവാദം പറയാൻ എന്നും താല്പര്യമുള്ളവർ, ഫിത്ന പറയാൻ എന്നും ഇൻട്രസ്റ്റ് ഉള്ളവർ, മനുഷ്യനെപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം ചുഴിഞ്ഞന്വേഷിക്കുന്നവർ, അവനെവിടെ രാത്രി ഉറങ്ങി എന്ന് തേടി നടക്കുന്നവർ, അവനെവിടെ പകല് ചെലവഴിച്ചു എന്ന് അന്വേഷിക്കുന്നവർ. ആയിഷ വന്നത് ഒറ്റക്കൊരാണിന്റെ കൂടെ, അതും ഒരു വാഹനത്തിൽ. അത്ഭുതം, അത്ഭുതം, അത്ഭുതം. വാർത്ത പരന്നു, വാർത്ത കാട്ടുതീ പോലെ പരന്നു. ആയിഷയുടെ കാതിലെത്തി, ആയിഷയുടെ ഉമ്മയുടെ കാതിലെത്തി. പിന്നെ കരച്ചിലായി, പിടിച്ചിലായി. വെള്ളമില്ല, അന്നമില്ല. ആയിഷ കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞു, റബ്ബേ എന്ത് പറ്റി? ഒരു ഹൈമയിൽ നിന്ന് ഒറ്റപ്പെട്ട് വഴിയിൽപ്പെട്ടതിന് അതാ ഒട്ടകക്ക യാത്രക്കിടയിൽ ഒട്ടകത്തിന്റെ അകത്തെ കൂടാരത്തിൽ പിന്നിലിരുന്നു എന്നല്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നി, ഒരു തെറ്റും ചെയ്യാത്ത വിശുദ്ധയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി തേടി, അല്ലാഹുവേ സത്യം, സത്യം വെളിവാക്കണേ, സത്യം വെളിവാക്കണേ, സത്യം വെളിവാക്കണേ. വാർത്ത പരന്ന് പരന്ന് അത് അബൂബക്കർ സിദ്ദീഖിന്റെ കാതിലുമെത്തി. ആയിഷ ബീവിയുടെ പ്രിയപ്പെട്ട പിതാവിന്റെ കാതിലുമെത്തി. സിദ്ദീഖ് ആയിഷയെ നോക്കി, രൂക്ഷമായി നോക്കി. മോളെ, രൂക്ഷമായി നോക്കി. പക്ഷേ മോള് പിഴക്കില്ലെന്നുറപ്പുള്ള സിദ്ദീഖ് പറഞ്ഞു, നിന്റെ കൂടെ ഹക്കുണ്ടെങ്കിൽ ഭയപ്പെടണ്ടടി മോളെ. അല്ലാഹു സർവശക്തൻ, അല്ലാഹു സർവജ്ഞൻ, എല്ലാം അറിയുന്നവൻ. വാർത്തയെത്തി. വാർത്ത ആകാശഭൂമികളുടെ സ്വപ്നമായ ആകാശഭൂമികളുടെ രോമാഞ്ചമായ ഏഴാകാശത്തിന്റെ ഒരുപാട് ഭൂമികളുടെ ഒരുപാട് നക്ഷത്രങ്ങളുടെ ജ്വാല മുഴുവൻ തന്റെ മുഖത്തെ കൊപ്പിയെടുത്ത രാജകുമാരന്റെ കാതിലെത്തി. ആകാശഗോളങ്ങളുടെ വദാനായ സുബുൽ, വദാനായ സുബുൽ, വദാനായ സുബുൽ മൗലായ കുൽ ഖതമേ റസൂൽ, വദാനായ സുബുൽ മൗലായ കുൽ ഖതമേ റസൂൽ, വദാനായ സുബുൽ മൗലായ കുൽ ഖതമേ റസൂൽ, ജിസ്നെ ഗുബാർ രാഹു കോ ബഖ്ശാ ഫറൂഖ് വാദി സീന. എന്നെ കൊണ്ട് പറയാനാവില്ല. അല്ലാമാ ഇഖ്ബാലെ അങ്ങ് പറയുക, അങ്ങ് വാഴ്ത്തി പറയുക. നബിയെ വാഴ്ത്താൻ അങ്ങേക്കല്ലാതെ ആർക്ക് കഴിയും? വദാനായ സുബുൽ, ദാനായ സുബുൽ, ദാനായ സുബുൽ, മാർഗങ്ങൾ അറിയുന്നോർ, മൗലായ കുൽ, സകലർക്കും യജമാനൻ, ഖതമേ റസൂൽ, അന്ത്യപ്രവാചകൻ. അന്ത്യപ്രവാചകന്റെ കാതിലെത്തി ആയിഷയെ കുറിച്ചുള്ള അപവാദ വാർത്ത. ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കി രാജകുമാരൻ, രൂക്ഷമായ നോട്ടം. ആയിഷ, എന്താണ് ഈ കേൾക്കുന്നത്? ആയിഷ, എന്താണ് ഈ കേൾക്കുന്നത്? ആയിഷ, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ആയിഷ, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ആയിഷ,
അള്ളാഹുവിന്റെ റസൂലും തന്നെ സംശയിച്ചുവെന്നറിയതോടെ ബുദ്ധിയുടെ സമനില തെറ്റിയ പോലെ ആയിഷ ബീവി നെഞ്ചത്തടിച്ച് കരഞ്ഞു. ഇനി എനിക്ക് ദുനിയാവ് വേണ്ട, ഇനി എനിക്ക് ഒന്നും വേണ്ട, ഇനി എനിക്ക് ആരും വേണ്ട. അങ്ങനെ സംശയിക്കുന്നുവോ ലോകനായകനെ? അങ്ങനെ സംശയിക്കുന്നുവോ? അങ്ങനെ കുറ്റം ആരോപിക്കുന്നുവോ? ആയിഷ, അള്ളാഹു സത്യം വെളിവാക്കുന്നവരെ നീ നിന്റെ വീട്ടിൽ കഴിഞ്ഞോ ആയിഷ? നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ആയിഷ. പുണ്യ റസൂലിനെ പിരിയുന്ന ദിനങ്ങൾ, പുണ്യ റസൂലിനെ പിരിഞ്ഞ രാത്രികൾ, ആ റസൂല് വന്നില്ല, ആയിഷ എന്ന് വിളിച്ചില്ല, വാതില് തുറന്നില്ല, കൂടെ കിടന്നില്ല, ഒരു നോട്ടം നോക്കിയില്ല. ആയിഷ കണ്ണീര്, കുടിയില്ല, വെള്ളമില്ല. അപ്പോഴേക്ക് അങ്ങാടി മുഴുവൻ അപവാദത്തിന്റെ കൊടുങ്കാറ്റ്. പുണ്യർ എത്രത്തോളം കൊടുങ്കാറ്റ് എന്ന് പറയാ. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് റസൂല് ചോദിച്ചു, ഞാൻ എന്താ വേണ്ടത്? അള്ളാഹ് എത്ര വലിയവനാന്നും കൂടി മനസ്സിലാക്കുക. അള്ളാഹ് എത്ര വലിയവനാ. അള്ളാഹുവിന്റെ പരിപാടികൾ അവന്റെ റസൂലിന് പോലും സംഗതി അറിയിച്ചു കൊടുത്തില്ല. അള്ളാഹു അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചു കൊടുക്കുന്നവരെ നടക്കേണ്ടവരൊക്കെ നടക്കട്ടെ, സംശയിക്കേണ്ടവരൊക്കെ സംശയിക്കട്ടെ, എല്ലാം നടക്കട്ടെ. പക്ഷെ എന്റെ വിധി അവസാനം എല്ലാവരും അറിയട്ടെ. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇഞ്ഞിപ്പോ എന്താ കാട്ടുകയെന്ന് ചോദിച്ചു. അലി റളിയല്ലാഹുവിന്റെ മറുപടി, മദീനത്ത് പെണ്ണുങ്ങൾ വേറെ ഉണ്ടല്ലോ, വേറൊരു കല്യാണം കഴിച്ചാൽ മതി. എന്നാലും ആയിഷ നിരപരാധിയാണ്, ആയിഷക്കൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾ എന്തിനാ ഈ സംശയിക്കണത് എന്നൊന്നുമല്ല മറുപടി. നോക്കണം, അപവാദത്തിന്റെ കൊടുങ്കാറ്റ് എത്ര മഹത്തുക്കളുടെ കാതിൽ വരെ എത്തിയിരിക്കണം. ആയിഷ റളിയല്ലാഹു തആല അൻഹാ വിഷമിച്ച് പ്രയാസപ്പെട്ട് അല്ലാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു ദിവസമതാ പുണ്യ റസൂൽ ആയിഷയുടെ വീട്ടിന്റെ അടുത്തതാ, ആ വീട്ടിന്റെ ഉമ്മറത്തിരിക്കുകയാണ്. കൂടെ അബൂബക്കറുണ്ട്. നെറ്റിത്തടത്തിലേക്ക് ആയിഷ സൂക്ഷിച്ചു നോക്കി. വയർപ്പിന്റെ തുള്ളികൾ ആയിഷക്ക് നല്ല പോലെ അറിയാം. കൂടെ കിടന്ന ആയിഷ ബീവിക്കറിയാം, വഹി വരുമ്പോൾ ആ നെറ്റിത്തടത്തിൽ വയർപ്പിന്റെ തുള്ളികൾ തടയും. അത് ജിബ്രീലിന്റെ വരവാണ്, അത് റൂഹുൽ അമീന്റെ വരവാണ്, അത് റൂഹുൽ ഖുദ്സിന്റെ വരവാണ്, അത് മലക്കിന്റെ ചിറകിട്ടടിയാണ്, അത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് മലക്ക് ഷോക്ക് ാണ്. വഹയിന്റെ ഷോക്ക് ഏൽക്കാൻ ഭാഗ്യമുണ്ടായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ഉറ്റുനോക്കി. വയർപ്പിന്റെ മണികൾ തിളങ്ങുമ്പോൾ ജിബ്രീൽ സാധാരണ വരാറുണ്ട്. ഉടൻ തന്നെ ഏതെങ്കിലും ഒരു സഹാബിയെ പുണ്യ റസൂല് വിളിക്കാറുണ്ട്. വഹി എഴുതിയെടുക്കാൻ വാ, ഖുർആന്റെ ആയത്തുകൾ കുറിച്ചു വെക്കാൻ വാ, ജിബ്രീൽ വന്നിരിക്കണേ, എന്റെ അടുത്തിരിക്കെന്ന് പറയാറുണ്ട്. ഈ വിയർപ്പ് തുള്ളി വഹിയനായിരിക്കട്ടെ, അതെന്നെ കുറിച്ചാകട്ടെ, എന്റെ നിരപരാധിത്വം ആകാശഭൂമികളുടെ തമ്പുരാനെ തെളിയിക്കണേ. അല്ലാ, നീ വലിയവനാണ്. എല്ലാവരും കൈയൊഴിഞ്ഞ ഈ പെണ്ണിനെ അല്ലാ, നീ അല്ലാതെ ആരുമില്ല അല്ലാ. എല്ലാവരും വിട്ടാലും നീ ഉണ്ടെങ്കിൽ മതി റബ്ബേ. നീ സത്യം വെളിവാക്ക് റബ്ബേ. അതാ വരുന്നു വഹ്യ്. ആരാണോ അപവാദം പറഞ്ഞു പരത്തിയത് അവനെ 80 അടി അടിക്കുക. ആയിഷ നിരപരാധിയാണ്, ജിബ്രീൽ ഓതിക്കൊടുക്കുകയാണ്. അതോടെ ഇസ്ലാമിൽ ശിക്ഷ ഉറച്ചു. അന്യരെ കുറിച്ച് ഇല്ലാത്ത അപവാദം പറയുന്നവന് ഇസ്ലാമിന്റെ ശരീഅത്തിൽ 80 അടി ശിക്ഷയാണ്. എത്ര 80,000 അടിക്കേണ്ടി വരും ഓരോരുത്തരെ? അതല്ലേ മുസ്ലിം സമുദായത്തിൽ രാവും പകലും നടക്കുന്ന ഒരേ ഒരു ഏർപ്പാട്. ഇവനെക്കുറിച്ച് ഒറ്റക്കും പരസ്യമായിട്ടും കൂട്ടായിട്ടും മൈക്ക് കെട്ടിയിട്ടും കെട്ടാതെയും തോന്നിവാസം പറയല്ലേ, ഗീബത്ത് പറയല്ലേ, പരദൂഷണം പറയല്ലേ, അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ആ സമയത്ത് ആശ്വാസത്തിന്റെ നെടുവീർപ്പെട്ടു. അള്ളാന്റെ റസൂല് വന്നു. ആയിഷ, വീണ്ടും മുഖത്ത് നിലാവൊളി. ആയിഷ, മഴ പെയ്തൊഴിഞ്ഞു പോയിരിക്കണ്, മുഖത്ത് സന്തോഷം വന്നിരിക്കണ്. ആയിഷ ബീവിക്കൊന്ന് ഡിമാൻഡ് കാട്ടാൻ പറ്റിയ സമയമാണ്. ആയിഷ പറഞ്ഞു, വല്ലാതെ ചിരിക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങളല്ല, അള്ളയാണ്.
അള്ളാഹുവാണ് എന്നെ രക്ഷിച്ചത്, നിങ്ങൾ എന്നെ സംശയിച്ചു, നിങ്ങൾ എന്നെ ശങ്കിച്ചു. അള്ളാഹുവാണ് സത്യം വെളിപ്പെടുത്തിയത്, നിങ്ങൾ എന്നെ സംശയിച്ചില്ലേ? അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹ് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ അകറ്റൂലായിരുന്നോ? ആ ആയിഷ ബീവി അകത്തുന്ന സമ്മതം മൂളി അമീറുൽ മുഅ്മിനീന്റെ ശരീരം കൊണ്ടുവന്ന് ഇതാ റൗദാ ശരീഫിൽ കിടത്തിയാലും, റൗദാ ശരീഫിൽ പുണ്യ ഹബീബിന്റെ അടുത്ത് കിടത്തിയാലും, അന്ന് വരെ ആയിഷ ബീവി റൗദയുടെ അടുത്ത് നിൽക്കുമ്പോ കാട്ടിയതിനേക്കാൾ വലിയ ബഹുമാനം പിന്നെ കാണിച്ചിരുന്നു എന്നാണ്. പിന്നെ റൗദാ ഷരീഫിന്റെ അടുത്ത് ആയിഷ ബീവി പ്രത്യക്ഷപ്പെടുമ്പോ അന്യ ആണുങ്ങളെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന മാതിരി മുഖവും മുൻകൈയും അല്ലാത്ത എല്ലാ ഭാഗങ്ങളും മറക്കുമായിരുന്നു. അതുവരെ മറക്കേണ്ടിരുന്നില്ല. വാപ്പിയും ഭർത്താവുമാണ് കിടക്കുന്നത്. അപ്പൊ അവിടെ ഒരു അന്യ ആള് വന്നിരിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. വഫാത്തായി പോയിട്ടും ആയിഷ ബീവിയുടെ പെരുമാറ്റത്തിന് മാറ്റം ഉണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തുക്കളുടെ കാൽപ്പാടിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഫാത്തായി പോയിട്ടും ആയിഷ ബീവിയുടെ പെരുമാറ്റത്തിന് മാറ്റം ഉണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തുക്കളുടെ കാൽപ്പാടിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.